ഹല്ലേലൂയ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്തിയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവരുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന മോബി തോമസ് പാസ്റ്റർ, കുടുംബം, അതുപോലെ തന്നെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, ബ്രാഞ്ച് ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടിരിക്കുന്ന പ്രിയ ദേവദാസൻ, എല്ലാവർക്കും എൻ്റെ വന്ദനത്തെ പ്രാരംഭത്തിൽ ചൊല്ലുന്നു. ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ തിരുപ്പാദാന്തിയെ വന്ന് അപ്പാ പിതാവി എന്ന് വിളിക്കുവാൻ പുത്രത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു തന്ന ആ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദേവദാസനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്നലെയാണ് കാണാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദേവദാസൻ പറഞ്ഞ പോലെ ജിബിൻ പാസ്റ്റർ മുഖാന്തരമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് സംസാരിപ്പാൻ കർത്താവ് കൃപ നൽകിയത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ 3 ദിവസ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസത്തിൽ, പ്രാരംഭ സെക്ഷനിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനം നമ്മുടെ അകത്തുണ്ടാകും. നിശ്ചയമായിട്ടും ഈ ദൈവസഭയോട് കൈമാറുവാൻ കർത്താവ് എനിക്കൊരു ആലോചന തന്നിട്ടുണ്ട്. തീർച്ചയായും അത് നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറയുവാനിടയായല്ലോ, ജമ്മു കാശ്മീരിൽ 21 വർഷമായി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞാൻ അവിടെ ആയിരിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ വചനവുമായി കടന്നു പോകുവാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു നിയോഗത്തോടെ കർത്താവ് എനിക്കൊരു ദർശനം തരുവാനിടയായി. അന്ന് എനിക്കറിയത്തില്ല ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടെന്നോ ജമ്മു കാശ്മീർ എവിടെയാണെന്നോ അവിടുത്തെ കൾച്ചർ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങുന്ന ബെഡ്റൂമിൽ കർത്താവ് എനിക്ക് തന്ന ദർശനം, ആ ദർശനത്തിന് മുൻപിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിപ്പാനിടയായി തീർന്നു. ആ സമർപ്പണത്തിൻ്റെ പുറകിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗത്താൽ സ്കൂൾ, കോളേജ്, അതുപോലെ തന്നെ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞിട്ട് നേരെ പൂഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തിൽ കർത്താവിൻ്റെ വേല ആരംഭിപ്പാൻ കർത്താവ് കൃപ നൽകി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സാക്ഷ്യം പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നുവെങ്കിൽ വചനത്തോടൊപ്പം തന്നെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപാകെ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സന്തോഷമുള്ളവർ കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നോട് ജിബിൻ പാസ്റ്റർ വിളിച്ചപ്പോൾ പറയുവാനിടയായി ഹിന്ദിയിലല്ലായിരിക്കും മലയാളത്തിലായിരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. 21 വർഷമായിട്ട് ഞങ്ങൾ 2 ലാംഗ്വേജിലാണ് കർത്താവിനെ ആരാധിക്കുന്നത്. ഹിന്ദിയിലും അവിടുത്തെ ലോക്കൽ ഭാഷ ഡോഗരി എന്ന് പറയുന്ന ഭാഷയാണ്. 2 ഷിഫ്റ്റായിട്ടാണ് ആരാധന നടക്കുന്നത്. അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ ഇടയിൽ കർത്താവ് വലിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എനിക്ക് തോന്നുന്ന ഡൽഹിയിലെ സൗത്തിലെ ഡൽഹി സൗത്ത്, ഈ സൗത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഈ സഭയുടെ ഈ 3 ദിവസം ഉപവാസ പ്രാർത്ഥന തുടക്കമായി മാറട്ടെ എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കിന്ന് ചിലത് പ്രാപിപ്പാൻ വേണ്ടി ഇരിക്കാം, അല്ലെ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം എൻ്റെ മേൽ ഉണ്ടാകണമേ എന്നുള്ള വളരെ പ്രാർത്ഥനയോടെയും നിയോഗത്തോടും കൂടി ആയിരിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. മോളുടെ പേര് അലീന, മോൻ്റെ പേര് ആൽവിൻ. സ്തോത്രം. വൈഫ് അവരാണിപ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്നത്. എൻ്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും എനിക്കൊരു അഭിമാനമുള്ളത് ഇന്ത്യയുടെ തലയെന്നാണ് അറിയപ്പെടുന്നത് ജമ്മു കാശ്മീർ. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വർഗം എന്നാണ് ഹിന്ദുസ്ഥാനിക്ക് ജന്നത്ത് കഹല ജാത്ത ഹെ, സ്വർഗം എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീരിൽ ദൈവത്തിൻ്റെ വചനവുമായി പോകുവാൻ കർത്താവ് കൃപ നൽകി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് വലിയൊരു നിയോഗമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിയോഗത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒന്ന് കർത്താവിനോട് പറയാമോ, കർത്താവേ, എൻ്റെ എക്സ്പീരിയൻസ് അല്ല, എൻ്റെ പാരമ്പര്യമല്ല, ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ ഇന്ന് ഞാനൊന്ന് അനുഭവിക്കട്ടെ. കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണമേ എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അകത്തൊരു ചലനം നടക്കണമേ. ഈ സൗത്ത് ഡൽഹി ഞങ്ങൾ ഒരുമിച്ച് യുവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷനിൽ വന്നിരിക്കുമ്പോൾ കർത്താവ് ഇതിൻ്റെ അകത്തൊരു കാറ്റ് വീശട്ടെ. അത് 4 ദിക്കിലോട്ടും അടിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദേശത്തൊരു ചലനം നടക്കണമേ. കർത്താവെ, ഞങ്ങൾ 3 ദിവസം ഇതിൻ്റെ അകത്ത് കൈകൊട്ടി പാടി ആരാധിച്ച് പോകുവാനല്ല, ഈ 3 ദിവസം ഉപവാസപ്രാർത്ഥന റിസൾട്ട് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു.
കർത്താവെ, പൂർണ്ണമായി 3 ദിവസം ഉപവാസം ഇരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭാഗികമായി ഉപവാസം ഇരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ കർത്താവേ. റിബനഗസി കർത്താവ്, ഞാൻ പറയുന്ന ഓരോ വാക്കുകളും അത് സ്വർഗത്തിന്റെ വാക്കായി തീരട്ടെ. അങ്ങ് പറയുന്നത്, അങ്ങ് എന്നോട് ഇടപെടുന്നത് അത് ജനത്തിന് കൊടുക്കുവാൻ എൻ്റെ നാവിനെ ഇവിടുന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവേ. അപ്പാ, ബുദ്ധി കൊണ്ടല്ല പിതാവേ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ചിലത് പറയുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉടബല ഹതുനഘടക ശാന്തനാലഘടകസ്യ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേല് പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉടബല ഹതുനഘടകസ്യ കേബാർ നദിയുടെ തീരത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എസ്കേൽ പ്രവാചകന്റെ തലയുടെ മുകളിൽ തുറക്കപ്പെട്ട സ്വർഗം, റീബാനഗസ്യ കല്ലേറുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന സ്തെഫാനോസിന്റെ തലയുടെ മുകളിൽ തുറക്കപ്പെട്ട സ്വർഗം, പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട ഏകനായി ഇരിക്കുന്ന യോഹന്നാന്റെ തലയുടെ മുകളിൽ തുറക്കപ്പെട്ട സ്വർഗം, ഇന്ന് ചില പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ ആ സ്വർഗമെന്ന് തുറന്ന് കർത്താവേ, ആ ശബ്ദം കേൾക്കുവാൻ ഈ സഭയെ അതിനായി ശക്തമായിട്ട് ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ പരിസരത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. ഈ ദേശത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. 4 ദിക്കിനെ അവിടുത്തെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ബുദ്ധിയെയും ഹൃദയത്തെയും വിവേചിക്കുന്ന പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പരിവർത്തിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഊരാബാന ശഖാരബ ശാന്തനബ സിഖാരബ ഊടാബാല ഹത്തുന രഗദ ശൈദന രഗസിയ എല്ലാ ചലഞ്ചസുകളും മാറട്ടെ. എല്ലാ വെല്ലുവിളികളും മാറട്ടെ. എല്ലാ വെല്ലുവിളികളും മാറട്ടെ. എല്ലാ വെല്ലുവിളികളും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ വെല്ലുവിളികളും മാറട്ടെ. ശരീരത്തിന്റെ അസ്വസ്ഥതകൾ മാറട്ടെ. ശരീരത്തിന്റെ ക്ഷീണങ്ങൾ മാറട്ടെ. ശരീരത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. വചനം, ചില ബന്ധനങ്ങളെ അഴിക്കുന്ന വചനം, ചില ചങ്ങലകളെ പൊട്ടിക്കുന്ന വചനം, ചില അന്യായ പോരുകളെ അഴിക്കുന്ന വചനം ഇതിന്റെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ദൈവസഭയായി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറട്ടെ. 2 കരങ്ങളെയും ദൈവസന്നിധിയിലോട്ട് ഉയർത്തിപ്പിടിച്ചാട്ട് 2 കരങ്ങളെയും കർത്താവിനോട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? വളർച്ചയെ തടഞ്ഞിരിക്കുന്ന കല്ല് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഉരുണ്ട് മാറട്ടെ. ദൈവസഭയുടെ വളർച്ചയെ തടഞ്ഞിരിക്കുന്ന ഒരു പരിധി വരെ വളർച്ച വന്ന് അതിനെ ഓവർടേക്ക് കഴിയാതെ ആ തടഞ്ഞിരിക്കുന്ന കല്ല് ഈ ആദ്യത്തെ സെക്ഷൻ തന്നെ ഉരുണ്ട് മാറട്ടെ. ഇതിന്റെ വേര് ആഴത്തിലോട്ട് ഇറങ്ങട്ടെ. ഈ ദൈവസഭയുടെ വേര് 4 ദിശയിലോട്ട് ഇറങ്ങട്ടെ. അത് ആഴത്തിലോട്ട് ഇറങ്ങട്ടെ. ആഴത്തിലോട്ട് ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ, ചില ഏരികളെ തൊടണമേ കർത്താവേ. ചില ബുദ്ധിമണ്ഡലങ്ങളെ തൊടണമേ. ചില ഹൃദയങ്ങളെ വിവേചിക്കണേ. ഈ സഭ കർത്താവ് ഇന്നു മുതൽ കൃപാവരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്ന ദൈവസഭയായി മാറട്ടെ. കർത്താവെ, ഞാൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ ചില കൃപാവരങ്ങളാൽ കൊണ്ട് പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. ചില നാവുകൾ അഭിഷേകത്തിന് നാവുകളാക്കി തീർക്കണമേ കർത്താവെ. ചില നാവുകളെ തൊഴണമേ. യെശയ്യാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും കർത്താവേ ആ തീക്കനൽ കൊണ്ട് ആ നാവിനെ തൊട്ടപ്പോൾ ഒരു അഭിഷക്ത പ്രവാചകനായി മാറിയത് പോലെ ചില നാവുകളെ തീ കൊണ്ടൊന്ന് തൊരണമേ. ആരാധനയ്ക്ക് വിരോധമായി കെട്ടിയിരിക്കുന്ന നാവിനെ അഴിക്കണമേ. യെസ്,
ഇന്നു മുതൽ ചില അധരങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചലിച്ചു തുടങ്ങട്ടെ. ദൂതന്മാരെ അതിനുവേണ്ടി നിയോഗിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പിതാവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഒരു തിരുവചനം വായിക്കാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതൽ വായിച്ചാട്ടെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. മതി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ തിരുവചനമാണ് വായിച്ചു കേൾക്കപ്പെട്ടത്. എന്ന് മുതൽ പ്രിയ ദേവദാസനെ വിളിച്ച് ഇങ്ങനെ മീറ്റിങ്ങിന് വേണ്ടി പറഞ്ഞു, അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ആത്മാവിൽ സംസാരിച്ച ഒരു തിരുവചനമാണ്. ഞാൻ ഈ രാവിലത്തെ സെക്ഷനിലും വൈകിട്ടത്തെ സെക്ഷനിലും ഇതിൽ നിന്നുകൊണ്ട് തന്നെ ശുശ്രൂഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം വചനം, ഞാനിവിടെ തിരുവചനം പ്രസംഗിക്കുമ്പോൾ തന്നെ നമുക്ക് ചില കൃപാവരങ്ങൾ, ചില ദൈവിക അധികാരങ്ങൾ സ്തോത്രം ജീവിതത്തിൽ ഏറ്റെടുക്കണം. കർത്താവ് എന്നെ ഒന്ന് നിറയ്ക്കണേ എന്നുള്ള ഹൃദയത്തോടെ വാഞ്ചയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കും. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ സ്തോത്രം 10-11 വാക്യമാണെന്ന് വായിച്ചു കേൾക്കപ്പെട്ടു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? എല്ലാവരും ഉറക്കെ പറഞ്ഞാട്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഞാൻ അമിത ബലം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ 2 സെക്ഷനിൽ പറയുവാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് എനിക്ക് അതാണ് ഒരു നിയോഗം തന്നത്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ അമിത ബലം. അമിത ബലം. ഈ സ്തോത്രം എവിടുന്ന് ശക്തിപ്പെടേണ്ടത്? കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടണം. ദൈവത്തിന് സ്വന്തം 2 കാര്യങ്ങളിൽ ദൈവസഭ ശക്തിപ്പെടണം. ഒന്ന്, കർത്താവിൽ ശക്തിപ്പെടണം. 2, അമിത ബലത്തിൽ ശക്തിപ്പെടണം. സ്തോത്രം. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഒരു ദൈവസഭയോട് ആഹ്വാനം ചെയ്യുന്നത് ഒരു അമിത ബലത്തിൽ ശക്തിപ്പെടണമെന്ന് പറയുവാനുണ്ടായ പൗലോസിന്റെ കാരണമെന്ന് പറഞ്ഞാൽ, സ്തോത്രം, ദൈവസഭ ഒരു മല്ലയുദ്ധത്തിന് വേണ്ടി ഒരുങ്ങണം. ദൈവത്തിന് സ്തോത്രം. ഒരു മല്ലയുദ്ധത്തിന് വേണ്ടി ദൈവസഭ എന്ത് ചെയ്യണം? ഒരുങ്ങണം. ദൈവത്തിന് നമുക്കറിയാം, നാം എത്തി നിൽക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സ്തോത്രം ദുർകാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴായിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് മാത്രമേ വളർച്ചയുള്ളൂ, അല്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് മാത്രമേ എന്തുള്ളൂ? വളർച്ചയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇനി അതൊന്നും കൂടെ ഈ വചനത്തോടനുബന്ധിച്ച് പറഞ്ഞാൽ, അമിതബലം പ്രാപിച്ച ദൈവസഭയ്ക്ക് മാത്രമേ വളരുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ അമിതബലം പ്രാപിച്ച ദൈവസഭയ്ക്ക് മാത്രമേ വളരാൻ കഴിയത്തുള്ളൂവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവസഭ ഒരു വളർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ, എല്ലാവരും വളർച്ച ആഗ്രഹിക്കുന്നവരാ, അല്ലേ? എല്ലാ ദൈവസഭകളും എന്ത് ചെയ്യുന്നു? വളർച്ച ആഗ്രഹിക്കുന്നു. പക്ഷേ വളരാൻ എന്ത് വേണം? ഒരു അമിതബലം വേണം. സ്തോത്രം. വായിക്കണ്ട, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ കാണുമ്പോൾ അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 120 പേരുടെ മേൽ എന്തിറങ്ങി? ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. അതുവരെ ഉണ്ടായിരുന്ന സംഘം, കൂട്ടം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിച്ചപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തിലോട്ടും ആ ദൈവസഭയിൽ ഇറങ്ങിയ ദൈവ തേജസ്, ആ ദൈവസഭയിൽ ഇറങ്ങിയ ദൈവിക പ്രവൃത്തി ലോകത്തെമ്പാടും പ്രവർത്തിപ്പാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കേണ്ടത് ഇങ്ങോട്ട് നോക്കിയാൽ മതി. 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത് ചെയ്യും? ശക്തി പ്രാപിക്കും. അപ്പോൾ ശക്തിക്ക് ഒന്ന് പരിശുദ്ധാത്മാവിൽ വേണം, അല്ലേ? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കാൻ പറ്റത്തുള്ളൂ? ശക്തിപ്പെടാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഇന്ന് പ്രാപിച്ചവരുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രാപിച്ചവരുടെ ശക്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം സ്തോത്രം ഈ ഡൽഹിയിൽ ഒരു കൂട്ടത്തെ നോക്കുന്നു. അത് ഏത് കൂട്ടത്തെയാ? അമിതബലം പ്രാപിച്ചവരുടെ കൂട്ടത്തെ. ഹല്ലേലൂയ. ഇനി എഫെസ്യ ലേഖനം 1-ാം അധ്യായം ഞാൻ വേഗത്തൊന്ന് പറഞ്ഞിട്ട് ഈ വചനത്തിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം എന്താ വായിക്കുന്നത്? അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടം എന്നുണ്ട്. 2, അതിൻ്റെ അകത്ത് ദത്തെടുത്തിരിക്കുന്നവരുടെ കൂട്ടം, അല്ലേ? പൗലോസ് മുഖാന്തരം എഫെസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, തിരഞ്ഞെടുക്കുകയും അത് കഴിഞ്ഞ് 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു?
ദത്തെടുത്തിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ നാം വെറുതെയുള്ള കൂട്ടമല്ല, പരിശുദ്ധനായ ദൈവം തന്റെ രക്തത്താൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒന്ന് പറഞ്ഞേ, തിരഞ്ഞെടുത്തിരിക്കുന്നു. പറഞ്ഞാട്ട് ഉറക്കെ പറയാമോ? അപ്പോൾ കർത്താവ് തന്റെ രക്തത്താൽ നമ്മൾ എന്തിരിക്കാം? തിരഞ്ഞെടുത്തിരിക്കുക. ഈ തിരഞ്ഞെടുത്തവന് ഒരു ഉദ്ദേശമുണ്ട് നമ്മുടെ മേല്. ഹല്ലേലൂയ. ആരെയും കർത്താവ് വെറുതെ തിരഞ്ഞെടുത്തിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. ആരെയെങ്കിലും കർത്താവ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പർപ്പസോട് കൂടിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അകത്തിരിക്കുന്ന എല്ലാവരുടെ മേലും തിരഞ്ഞെടുത്തവനൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ മേൽ അവനൊരു ലക്ഷ്യമുണ്ട്. ഒന്ന് പറയാമോ? എൻ്റെ മേൽ സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിന് എൻ്റെ മേലൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, ആ പദ്ധതി പ്രകാരം എൻ്റെ ജീവിതത്തെ ഞാൻ മുൻപോട്ട് നയിക്കുമെന്നുള്ള ഒരു വലിയൊരു സമർപ്പണത്തോടെ കൂടെ വേണം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾ എന്തിരിക്കുക? ദത്തെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഈ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും പരാജയവും ദുഃഖവും അനുഭവിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? കഷ്ടത വരുമ്പോഴാ. സ്തോത്രം. പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഹൃദയത്തിൽ തളർന്നു പോകുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ അന്നേരം മറന്നുകൊണ്ടിരിക്കുക. എന്നറിയാമോ? എന്നെ ആരാണ് ദത്തെടുത്തിരിക്കുന്നത് എന്ന് അകത്തെ ആമേൻ സ്തോത്രം മനുഷ്യനൊന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മളെ ആരാ ദത്തെടുത്തിരിക്കുന്നേ? ആമേൻ. നമ്മളെ ആരാണ് വില കൊടുത്ത് ദത്തെടുത്തിരിക്കുന്നത്? നമുക്കറിയാമോ? ഈ ദത്തെടുത്തിരിക്കുന്നവന്റെ ആമേൻ സ്തോത്രം ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ശക്തി നമ്മളൊന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം അതിന്റെ ലാസ്റ്റ് ഒടുവിലായിട്ട് ഇങ്ങനെയാണ് വായിക്കുന്നത്: വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ തിരഞ്ഞെടുത്തിരിക്കുന്നവരെയും ദത്തെടുത്തിരിക്കുന്നവരെയും തകർത്ത് കളയുവാൻ സാത്താൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സബ്ജി അല്ലെങ്കിൽ ഈ പച്ചക്കറി വിൽക്കുന്നവരെയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ബിസിനസ് ചെയ്യുന്നവരെയോ ഇവരെ ഒന്നും നോക്കി സാത്താൻ ഒരു പ്രോബ്ലം ഇല്ല, ഒരു വിഷയവുമില്ല. പക്ഷേ സാത്താൻ എപ്പോഴും പ്രോബ്ലം ഉള്ളത് ആ ഫോളോ ചെയ്യുന്ന ആരെയാണെന്നറിയാമോ? വിളിയുള്ളവനെയാ. സ്തോത്രം. ദത്തെടുത്തിരിക്കുന്നവരെയാ, തിരഞ്ഞെടുത്തിരിക്കുന്നവനെ തിരഞ്ഞാണ് സാത്താൻ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യേശു കർത്താവിന് അറിയാം. ഇവരെ എപ്പോഴും വീഴ്ത്തിക്കളയുവാൻ സാത്താൻ എന്ത് ചെയ്യും? ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് യേശു കർത്താവ് ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ദത്തെടുത്തിരിക്കുന്നവരെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര വെച്ചു. ഇന്ന് വിശ്വസിക്കുന്നോ? എൻ്റെ മേൽ സ്വർഗത്തിന്റെ മുദ്രയുണ്ട്. ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുന്നമേ ആരെങ്കിലും പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ നിറയണം. ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത പുതുഭാഷ സംസാരിക്കണം. എന്തെന്നറിയാമോ? നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന, നമ്മളെ ദത്തെടുത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്, ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ മുദ്ര നമ്മുടെ മേൽ ഉണ്ട്. അതിനെ പൊട്ടിക്കുവാൻ ഈ ലോകത്തിന്റെ ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും എൻ്റെ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ പറയുവാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല. നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാ, ഇളകുന്ന രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇളകുന്ന രാജ്യത്തിൽ നിന്നുകൊണ്ട് ഇളകാത്ത രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് മുദ്ര വെച്ചിരിക്കുന്നവരുടെ കൂട്ടമാ. ഒരാമേൻ പറയാമോ? ദൈവത്തിന് സ്തോത്രം. ഇത് ഇളകുന്ന രാജ്യമാ. നമ്മൾ താമസിക്കുന്ന, വസിക്കുന്ന, ജോലി ചെയ്യുന്ന, നടക്കുന്ന ഈ രാജ്യം ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? ഇളകും. അപ്പൊ ഇളകുന്ന രാജ്യത്തിൽ നിന്നുകൊണ്ട് ഇളകാത്ത രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടമാ. അതുകൊണ്ടാ വചനം പറയുന്നേ, എന്ത് ചെയ്തിരിക്കുന്നു? വിളിച്ചിരിക്കുന്നവരിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ. ഒന്നുകൂടെ പറയാമോ? നമ്മുടെ മേൽ ഏത് മുദ്രയുണ്ട്? പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന ചില കൃപകളുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കണം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ
നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും അവന്റെ ബലത്തിന് വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മുദ്ര വെച്ചിരിക്കുന്നവരുടെ മേൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തി എന്താണെന്നറിയാമോ? പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് എന്ത് ചെയ്യണം? നമ്മുടെ മേല് പ്രവർത്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് ആരുടെ മേലെ പ്രവർത്തിക്കുന്നേ? പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഉള്ളവരുടെ മേൽ. ആ ദൈവസഭയ്ക്കകത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന ചില എന്താ പറയുന്ന കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. എന്താ പറയുമോ? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും പിന്നെ വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. പിന്നെ നാലാമത്തെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. വ്യക്തികൾ വ്യതിചലിക്കുന്നത് അല്ലെങ്കിൽ വചനത്തിൽ നിന്നും പുറകോട്ട് പോകുന്നത് കാരണം എന്താണെന്നറിയാമോ? അവരുടെ അകത്തെ ഹൃദയദൃഷ്ടി ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? പ്രകാശിച്ചിട്ടില്ല. 3 സുവാസ പ്രാർത്ഥന ശരീരത്തിന്റെ ദൃഷ്ടിയല്ല പ്രകാശിക്കേണ്ടതിന്, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ശരീരത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചവർ അവരെപ്പോഴും പ്രശ്നത്തെ കാണുന്നത്. പക്ഷെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർ പ്രശ്നത്തിന്റെ മേൽ നടകൊള്ളുന്ന ആ കർത്താവിന്റെ പ്രവൃത്തി കാണുവാനിടയായി തീരും. ഒരു ദിവസം യേശു കർത്താവ് പ്രാർത്ഥിച്ച് ശിഷ്യന്മാരെ അയച്ചു. ദൈവത്തിന് സ്തോത്രം. രാത്രിയിൽ എന്താ സംഭവിച്ചത്? ആമേൻ സ്തോത്രം. തിരമാലകൾ ആ പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ ശിഷ്യന്മാർ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ശരീരത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടത് യേശു കർത്താവിനെയല്ല, അവർ കണ്ടത് ഭൂതം വരുന്നുവെന്ന. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആത്മക്കള്ളുണ്ടവൻ കാണും ഇത് ഭൂതമല്ല, ഈ പ്രതികൂലത്തിൽ വിടുവിക്കുന്ന ഒരു നാഥന ഞങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നത്. ദൈവസഭ ആമേൻ സ്തോത്രം. ശരീരത്തിന്റെ ദൃഷ്ടി അല്ല പ്രകാശിക്കേണ്ടത്, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഒരാമേൻ പറയാമോ? ഒരാമേൻ പറയാമോ? ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം? ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും പിന്നെ വെളിപ്പാടിനെ കർത്താവെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? തരണം. സ്തോത്രം. ഒരു വ്യക്തി നമ്മുടെ സഭയ്ക്കകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ വരുമ്പോൾ നാം വെളിപ്പാടിൽ അവർ എന്ത് ചെയ്യണം? വിവേചിക്കണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഈ ആത്മാവ് നമുക്ക് വേണം. വിവേചനത്തിന്റെ ആത്മാവ് ഇല്ലെങ്കിൽ ഭയങ്കര വിഷയമാണ്. ദൈവസഭയ്ക്കകത്ത് വരുന്ന ഒരു വ്യക്തിയെ വരുമ്പോൾ തന്നെ വിവേചിക്കാൻ ഒരു ആത്മാവ് സഭയ്ക്കകത്ത് വേണമെന്ന്. ഒരാമേൻ പറയാമോ? അല്ലെങ്കിൽ നമുക്കറിയത്തില്ല ഇത് ഏത് മൈൻഡിലാണ് കടന്നു വരുന്നതെന്ന്, ഇത് ഏത് അർത്ഥത്തോടെ അല്ലെങ്കിൽ ഏത് ഉദ്ദേശത്തോടെയാ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. മാനുഷ്യമായി നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. പക്ഷെ ആത്മാവകത്തുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിവേചിക്കാൻ പറ്റും. ഒരാമേൻ പറയാമോ? വിവേചിക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞ് വിവേചിക്കാൻ പറ്റും. സഭ അല്ലെങ്കിൽ കൊലീസ്യ സഭ ആ കാലഘട്ടത്തിൽ ദുരുപദേശം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എഫെസോസ് പട്ടണം. ഹല്ലേലൂയ. എഫെസോസ് പട്ടണത്തിന്റെ അകത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന 3 ശക്തികളുണ്ട്. ആ 3 ശക്തികൾ സഭയ്ക്കകത്ത് കടന്നു വന്ന് ആമേ കോലാഹലമാക്കി മാറ്റി സഭയുടെ ആരാധന, പ്രാർത്ഥന, വെളിപ്പാട്, ദർശനം നിർത്തിക്കളയുവാൻ ദുരുപദേശം അകത്ത് കടന്നു വന്നപ്പോൾ പൗലോസ് ഒറ്റച്ചാട്ടത്തിൽ വിളിച്ചു പറയുക, എഫെസോസ് പട്ടണത്തെ പിടിച്ചടക്കാൻ ദൈവസഭയെ കരബലം കൊണ്ടോ കായിക ബലം കൊണ്ടോ ശരീരത്തിന്റെ ബലം കൊണ്ടോ ശരീരത്തിന്റെ ദൃഷ്ടി കൊണ്ടോ പറ്റത്തില്ല. ദൈവസഭയുടെ ആമേൻ അകത്തെ കണ്ണെന്ന് തുറന്നാൽ ഈ ദുരുപദേശത്തിന് ജയമേറ്റെടുക്കുവാൻ, ആത്മബലമേറ്റെടുക്കുവാൻ, ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ, വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ശക്തിയെ പ്രാപിപ്പാൻ ദൈവസഭ ഒരുങ്ങിയാൽ ആമേൻ ആത്മാവിൽ പറയുന്നു എഫെസോസ് പട്ടണത്തെ പിടിച്ചെടുക്കാൻ. ഹല്ലേലൂയ. 3 ശക്തിയുടെ മേൽ ജയമേറ്റെടുക്കണം. ഒന്ന് പറയാമോ? 3 ശക്തിയുടെ മേൽ. ഉറക്കെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാനെപ്പോഴും ഹിന്ദിക്കാരുടെ ഇടയിലാണ് ശുശ്രൂഷിക്കുക, അതുകൊണ്ട് ആ രീതിയിലായിരിക്കും ശുശ്രൂഷ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 3 ശക്തിയുടെ മേൽ നാം ജയം ഏറ്റെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 3 സ്തോത്രം എന്താ കൃപാവരങ്ങൾ പ്രാപിക്കണം. ഏതാ? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും പിന്നെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണമെന്ന്
പ്രകാശിക്കണം. ദൈവത്തിന് സ്വന്തം. അപ്പോൾ 3 ശക്തിയുടെ മേൽ ദൈവസഭ ജയമേറ്റെടുക്കണം. എന്തിനാ പൗലോസെ ഈ സ്തോത്രം ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിക്കേണ്ടത്? എന്നിട്ട് പൗലോസ് പറയും, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയെ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. സ്തോത്രം. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും നമ്മൾ ഏത് ശക്തിയുടെ കീഴിലാണ് നിൽക്കുന്നതെന്ന്. പലപ്പോഴും ഞാൻ ജമ്മു കാശ്മീർ കാണാൻ ഒരു കാഴ്ച, വലിയ ആനയെ കൊണ്ടുവന്നിട്ട് ഭിക്ഷാടനം നടത്തും. ദൈവത്തിന് സ്തോത്രം. ഈ ആനയുടെ മുകളിൽ ഇരിക്കുന്ന ഒരാളുടെ ചെറിയൊരു വടിയുണ്ടാകും. അദ്ദേഹം എന്തിനാ ഭിക്ഷാടനത്തിന് വേണ്ടി ആനയെ കൊണ്ടുവന്ന്? ആനയ്ക്കറിയാവോ എന്നെ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന്? സ്തോത്രം. ഇത്രയും വലിയ ആനയാ, അതിനറിയത്തില്ല എന്നെ എന്തിനാ ഉപയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി ആന തൻ്റെ ശക്തിയെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പറയും ആന നമുക്ക് മതവളകിയെന്ന്. സ്തോത്രം. ഹിന്ദിയിൽ പറഞ്ഞ ആത്തി പാകലോകയാ. ആന ഇങ്ങനെ പറഞ്ഞ ആനയ്ക്ക് മതവളകിയെന്ന്. എന്താ? ആനയ്ക്ക് മതമിളകിയതല്ല, തൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞു. ഒന്ന് പറയാമോ? ആമേൻ. സ്തോത്രം. ഈ നാം വിളിച്ചിരിക്കുന്ന, ദത്തെടുത്തിരിക്കുന്ന, അല്ലെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവർ അകത്ത് വ്യാപരിക്കുന്ന ശക്തി ഒന്ന് തിരിച്ചറിയണം. അതൊന്ന് തിരിച്ചറിയണമെന്നേ. ദൈവത്തിന് സ്തോത്രം. എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്ന ശക്തിയെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഒന്ന് തിരിച്ചറിയണം. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും ആത്യന്തപരമായി പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഈ ശക്തി. അപ്പോൾ ഈ എഫെസ്യ അല്ലെങ്കിൽ ഈ എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എന്തുകൊണ്ടാണ് ഈ ശക്തിയെ മനസ്സിലാക്കണമെന്ന് പറയുവാൻ കാരണം? അതിൻ്റെ 3 കാരണങ്ങളുണ്ട്. ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം അതിൻ്റെ 19-ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പൊ നോക്കിക്കേ, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1-ാം വാക്യം. അപ്പൊല്ലോസ് കൊരിന്ത്യയിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്നത് ഈ എഫെസോസ് പട്ടണത്തിന്റെ അകത്ത് ഒരു കൂട്ടമുണ്ട്. ഏത് കൂട്ടമാ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത കൂട്ടം. ഒരാമേ പറയാമോ? ഏത് കൂട്ടമാ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത കൂട്ടം എവിടെയുണ്ട്? എഫെസോസ് പട്ടണത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എഫെസ്യ സഭ സ്ഥിതി ചെയ്യുന്ന പട്ടണത്തിന്റെ 1-ാമത്തെ സ്വഭാവം എന്താ? പരിശുദ്ധാത്മാവിനെ കേട്ടിട്ടില്ലാത്തവരുടെ കൂട്ടത്തിന്റെ നടുവില എഫെസോസ് സഭ സ്ഥിതി ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെ കുറിച്ചോ കേട്ടിട്ടില്ലാത്ത ഒരു കൂട്ടത്തിന്റെ നടുവിൽ ദൈവസഭയിൽ വെളിപ്പെടുന്ന ശക്തി അത് ആ ദേശത്തിലോട്ടൊന്ന് വെളിപ്പെടുവാൻ സഭയുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഹല്ലേലൂയ. ദേശത്തെ പിടിച്ചു വച്ചിരിക്കുന്ന ശക്തി ഒന്ന്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത. ഇവിടെ എനിക്കറിയത്തില്ല, പക്ഷെ പല സ്ഥലങ്ങളിലും ഇന്ന് പരിശുദ്ധാത്മാവ് വേണ്ടെന്ന് പറയുന്ന യുവതലമുറകളാണ് കൂടുതലുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കത്തില്ല, വചനത്തിന് പ്രാധാന്യം കൊടുക്കത്തില്ല, തിരുവചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ സമയമില്ല, ആത്മാവിന്റെ കൃപാവരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. വരണം, ആമേ സ്തോത്രം, പോകണം എന്നല്ലാണ്ട് എഫെസോസ് പട്ടണത്തെ പിടിച്ചു വച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറയുന്ന കൂട്ടത്തെ നടുവിൽ പൗലോസ് എഫെസ്യ സഭയോട് പറയുക, ആമേ സ്തോത്രം, ജാഗരിച്ചോ, ഉണർന്നോ, ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ സമയമായി. സൗത്തിൽ, ഡൽഹി സൗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ PMGC ചർച്ചിനോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ തയ്യാറാണോ? എന്തിനാ പാസ്റ്ററെ? പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറയുന്ന കൂട്ടത്തോട്, വചനമില്ലെന്ന് പറയുന്ന കൂട്ടത്തോട്, ഇതൊന്നും സത്യമല്ല എന്ന് പറയുന്ന കൂട്ടത്തോട്, ദൈവസഭയെക്കുറിച്ചോ ദൈവിക ആരാധനയെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ വചനത്തിന്റെ വെളിപ്പാടിനെ കുറിച്ചോ ഒരു തിട്ടവും ജ്ഞാനവും പരിജ്ഞാനം ഇല്ലാത്ത പറയുന്ന കൂട്ടത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും കാണിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ നിന്നുകൊണ്ട്. എഫെസോസ് പട്ടണത്തിന്റെ അകത്ത് ഒരു കൊയ്ത്ത് നടന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഡൽഹിയിൽ ഒരു കൊയ്ത്ത് നടക്കും. അതിന് എത്ര പേർ ആമേൻ പറയും? ദൈവത്തിന് സ്തോത്രം. എഫെസോസ് പട്ടണത്തിന്റെ അകത്തൊരു കൊയ്ത്ത് നടന്നെങ്കിൽ അത് ഏത് പട്ടണത്തിന്റെ അകത്താ? പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറഞ്ഞ എഫെസോസ് പട്ടണത്തിന്റെ അകത്ത് ദൈവരാജ്യത്തിന്റെ ഒരു കൊയ്ത്ത് നടന്നെങ്കിൽ, ആമേ സ്തോത്രം, ഞാൻ ഒരു കാര്യം പറയട്ടെ സഹോദര സഹോദരി, ഈ ഡൽഹിയിലും ഒരു കൊയ്ത്ത് നടക്കും. അത് നിങ്ങളൊന്ന് വിശ്വസിക്കാമോ? അതിനെന്ത് വേണം? വേണ്ടത് ശക്തിയാ, വേണ്ടത് അമിതബലമാ,
ഒന്ന് പറഞ്ഞേ, അമിതബലമാ. അമിതബലമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ദൈവത്തിന് അമിതബലമാണ് വേണ്ടത്. ദൈവത്തിന് ഞാൻ പറയട്ടെ, കർത്താവിന്റെ ദാസനെ, ആമേൻ സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, പൂഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് കർത്താവ് തന്ന ദർശനപ്രകാരം ദൈവത്തിന് സ്വന്തം തിരുവനന്തപുരത്ത് ഹിമസാഗർ എന്ന് പറയുന്ന എക്സ്പ്രസ് നിങ്ങൾക്കറിയായിരിക്കാം. ഹിമസാഗറിന് 5 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കന്നാസും 4 കന്നാസും അതുപോലെ തന്നെ ഒരു ചെറിയ ബാഗും എടുത്ത് 4 സഹോദരന്മാർ ഞങ്ങൾ ഒരുമിച്ച് ഹിമസാഗർ തിരുവനന്തപുരത്ത് നിന്നും ആമേൻ സ്തോത്രം ജമ്മുവിലോട്ട് യാത്രയായി. ലോക്കൽ ടിക്കറ്റ് എടുത്ത് യാത്രയായി. ഒന്നേ ഉള്ളൂ, ഒരു ദർശനമേ ഉള്ളൂ. ആരും സ്വീകരിപ്പാൻ ഇല്ല. ജമ്മുവിൽ ചെന്ന് വാഹനം ഇറങ്ങി. അതിനുശേഷം എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തു, റെയിൽവേ സ്റ്റേഷനോട് അടുത്ത്. അവിടെ ഹോട്ടൽ റൂം എടുത്തിട്ട് ഞാൻ സ്തോത്രം അടുത്ത ദിവസം വെക്കേറ്റ് ചെയ്യേണ്ട സമയത്ത് ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഇനി എങ്ങോട്ട് പോകും? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് 8ാം ക്ലാസ് പഠിച്ചോളും ഞാൻ ഒരു ദർശനം തന്നില്ലേ? ദർശനം ഇതാ, സ്തോത്രം, മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന മല. ആ മലയുടെ പുറകിൽ നിന്നും തീവ്രവാദികൾ ഫയറിംഗ് ചെയ്ത് കയറി വരികയാ. എന്നിട്ട് ആ വെടികൊണ്ടുകൾ കൊണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു. ഒത്തിരി പേര് മരിച്ചു വീഴുന്നു. മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ മാറോട് അണച്ച് ചേർത്ത് വെച്ച് മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് ഓടുകയാ, ഞങ്ങളെ ആര് വിടുവിക്കും, ഞങ്ങളെ ആര് രക്ഷിക്കുമെന്ന്. ഈ ശബ്ദം കേട്ട് ഞാൻ ചാടി എണീറ്റു. എൻ്റെ ശബ്ദം കേട്ട് അമ്മ എൻ്റെ റൂമിൽ വന്നിട്ട് ചോദിച്ചു, എന്തിനാ കരയുന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അമ്മ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാൻ പറഞ്ഞു. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ച് കിടന്നപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണുന്ന കാഴ്ച, ജമ്മു കാശ്മീരിനോട് നീ തയ്യാറാകുക. ഞെട്ടിപ്പോയി. എനിക്കറിയത്തില്ല അന്ന് എവിടെയാ ജമ്മു കാശ്മീരിൽ നിന്ന്. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേൻ സ്തോത്രം. വർഷങ്ങൾക്ക് ശേഷം ഈ ഹോട്ടൽ റൂമിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു, നിന്നെ കാണിച്ച ദർശനം അത് നീ ഈ കൗണ്ടറിൽ ഇരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കാൻ പറഞ്ഞു. ഹോട്ടലിന്റെ കൗണ്ടറിൽ ഇരിക്കുന്ന വ്യക്തിയോട് ഞാൻ ചെന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എവിടെ ഈ തീവ്രവാദികൾ ഒത്തിരി ഉള്ളത്? മഞ്ഞ് മലയാൽ മൂടപ്പെട്ട് കിടക്കുന്ന തീവ്രവാദികളുള്ള ഒത്തിരി ഉള്ള സ്ഥലം ഏതാ? അവരൊരു സ്ഥലം പറഞ്ഞു. ഏതാണെന്ന് അറിയുമോ? പൂഞ്ച് മെൻഡർ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പൂഞ്ച് മെൻഡർ എന്ന് പറഞ്ഞാൽ ജമ്മുവിൽ നിന്നും 250 കിലോമീറ്റർ അകലെയാണ് പൂഞ്ച് മെൻഡർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അത് രാവിലെ 5 മണി മുതൽ രാവിലെ 7 മണി വരെ വണ്ടി അങ്ങോട്ട് പോകത്തുള്ളൂ. ആമേൻ സ്തോത്രം. പിന്നെ ആ വാഹനം അങ്ങോട്ട് പോകത്തില്ല. പിന്നെ പിറ്റേ ദിവസമാണുള്ളത്. ഞങ്ങൾ എന്ത് ചെയ്തു? സ്തോത്രം, ആ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുത്തെ വാഹനത്തിൽ കയറി 4 പേര്. ഞങ്ങൾ കയറി 7 മണിക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 7 മണിയായപ്പോഴാണ് ഈ പൂഞ്ച് മെൻഡർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയത്. മെൻഡർ എന്ന സ്ഥലത്ത് മുഴുവൻ മുസ്ലിം കുടുംബമാണുള്ളത്. വേറെ ആൾക്കാരും അവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഛർദ്ദിച്ച് അവശരായി. മലകൾ ചുറ്റി വേണം പോകാൻ. ഒടുവിൽ ഒത്തിരി ക്ഷീണം അനുഭവിച്ച് ഞങ്ങളൊരു വെയിറ്റ് ഷെഡിൽ അവിടെ ചെന്ന് ഞങ്ങൾ ഇറങ്ങി. ഒരു വെയിറ്റ് ഷെഡിന്റെ സൈഡിൽ ഞങ്ങൾ അവശരായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരമ്മച്ചി എവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു. അവിടുത്തെ ലോക്കൽ ഭാഷ പഹാരി എന്ന് പറയുന്ന ഭാഷയാ. ആ ഭാഷ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നവരാ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് അമ്മച്ചിക്ക് മനസ്സിലായി. എന്നിട്ട് അമ്മച്ചി ഞങ്ങളോട് ഹിന്ദിയിൽ ചോദിച്ചു, ആപ് ലോഗ് കഹാൻ ജാ രഹേ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരാ, ട്യൂഷൻ സെന്റർ തുടങ്ങാൻ വേണ്ടി വന്നവരാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞു, കേൾക്കണോ, എവിടെ നിന്ന് വന്നവരാണെങ്കിലും 7:30 ആകുമ്പോൾ എവിടെയെങ്കിലും അകത്ത് കയറിക്കണം, അല്ലെങ്കിൽ അവന്മാരിറങ്ങും. ഇങ്ങനെ ആക്ഷൻ കാണിച്ചേ അവന്മാരിറങ്ങുമെന്ന് പറഞ്ഞു. പകൽ പോലും തീവ്രവാദികൾ ഇറങ്ങിയെടുക്കുന്ന സ്ഥലമാണ് മെൻഡർ എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങൾക്ക് ഇതുകൂടെ കേട്ട് ഭയമായി. ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ 4 പേര്, ഒരാൾ മധ്യപ്രദേശുകാരൻ, ഒരാൾ തൃശ്ശൂരുകാരൻ, ഒരാൾ ഞാൻ, ഒരാൾ തിരുവനന്തപുരംകാരൻ. ആമേൻ 4 പേരാണ് ഞങ്ങൾ പോയത്. എന്നിട്ട് പറയട്ടെ, ഇതിന് ശേഷം ഈ പറഞ്ഞിട്ട് അമ്മച്ചി അങ്ങ് പോയി. അമ്മച്ചി പോയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ശക്തി അമ്മച്ചിനെ പിടിച്ച് തള്ളിക്കൊണ്ട് വരുന്ന പോലെ അമ്മച്ചി തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ ഒരു ബാഗ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, മേരെ പീച്ചെ ആവോ. അമ്മച്ചി പറയും, എൻ്റെ പുറകെ വരാൻ. സ്തോത്രം. ഞങ്ങൾ അമ്മച്ചിയുടെ പുറകെ പോയി. നോക്കുമ്പോൾ ആമേൻ സ്തോത്രം, ദൈവസഭയെ ഈ ജമ്മു താവി എന്ന് പറയുന്ന നദിയുണ്ട്. അത് സ്തോത്രം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് ഒഴുകുന്ന നദിയാ. അതിൻ്റെ തീരത്ത് 4 കുടിൽ കെട്ടി താമസിക്കുന്ന നാടോടികളായ ആൾക്കാരാ. ദൈവത്തെ സ്തോത്രം. ഞാൻ പറയട്ടെ, 4 ദിവസം ആ കുടിലിൻ്റെ അകത്ത് ഞങ്ങൾ കിടക്കാൻ സ്തോത്രം ഇടയായി. ആമേൻ സ്തോത്രം. ഒന്നുമില്ലാതെ ഒരു കമ്പിളി പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. കൊടു തണുപ്പ്. ആമേൻ ആ കുടിൻ്റെ അകത്തോട്ട് ഞങ്ങൾ കയറി. ഈ അമ്മച്ചി ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങളെ കുടിൻ്റെ അകത്ത് കിടന്നു. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ഞങ്ങൾ കഴിക്കാൻ തന്നത്, കുടിക്കാൻ തന്നത്? ഭയങ്കര വിശപ്പും ദാഹവുമുണ്ട്. അവർ തന്ന ഗ്ലാസിന്റെ വെള്ളം, ആ ഗ്ലാസ് കണ്ടപ്പോൾ തന്നെ കുടിക്കാൻ മനസ്സ് വന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവർ കഴിക്കാൻ തന്ന ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ പറയത്തുമില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് അത് കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനായി.
അന്ന് രാത്രിയിൽ 250 രൂപയ്ക്ക് ഒരു കമ്പിളി അമ്മച്ചിയുടെ മോൻ ഞങ്ങൾക്ക് മേടിച്ചു തന്നു. 4 പേര് ഞങ്ങളെ കമ്പിളിക്കകത്ത് കിടന്നു. ഞാൻ നടുക്ക് കിടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ള സഹോദരന്മാര് പക്ഷെ കൊടും തണുപ്പിൽ കിടന്ന് 4 ദിവസം ഞങ്ങൾ ആ നാട് ചുറ്റി ഒരു റൂമിന് വേണ്ടി ഞങ്ങൾ അന്വേഷിച്ചു. ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് റൂം കിട്ടുന്നില്ല. എല്ലാം മുസ്ലിങ്ങളെ ആൾക്കാരാണ്. 4ാമത്തെ ദിവസം കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, നീ തന്നൊരു ദർശനം എൻ്റെ കയ്യിലുള്ളൂ. ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഞങ്ങൾക്കൊരു റൂം ആവശ്യമാണ്. ആ 4ാമത്തെ ദിവസം രാത്രിയിൽ ഒരു സ്തോത്രം ഗുജർ എന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട്. അവർ ഞങ്ങൾക്ക് വിളിച്ച് റൂം തന്നു. പ്രിയ ദേവദാസനെ, അവിടെ കിടന്നുകൊണ്ട് തുടങ്ങിയ വേലയാ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഞങ്ങൾക്ക് തന്ന റൂമിൻ്റെ അകത്ത് സ്തോത്രം 4 ആൺകുട്ടികളും 7 പെൺകുട്ടികളുമാണ് അവർക്കുള്ളത്. 4 ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരാ. അവർ പല്ലുവേദന ഒരാൾ മരിച്ചുപോയി, തലവേദന മരിച്ചുപോയി, അങ്ങനെ 4 പേരുള്ളവർ മരിച്ചുപോയി. അങ്ങനെ ശാപം പിടിച്ചൊരു വീട്ടിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് താമസിക്കാനായിട്ട്. ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, ഈ കുടുംബത്തെ ഞാൻ തൊടാൻ പോകുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ഏകദേശം 2 മണിയായപ്പോൾ ദൈവാത്മാ പറഞ്ഞൊരു ട്യൂഷൻ സെൻ്റർ തുടങ്ങാൻ. ഞങ്ങളങ്ങനെ ട്യൂഷൻ സെൻ്റർ തുടങ്ങി. ഒരു 6 മാസം ട്യൂഷൻ സെൻ്റർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഇങ്ങനെ ഹോംവർക്ക് കൊടുക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ. ഈ ഹോംവർക്ക് ചെക്ക് ചെയ്ത് ഒരു കുഞ്ഞ് എൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, എന്നെ നിമ്മോളെ വിറയ്ക്കുന്നത്? പറഞ്ഞു, ഈ മാസ്റ്റർജി ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? ഇന്നലെ രാത്രി അവന്മാർ വന്നു, അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അവരുടെ പേര് അവർ പറയത്തില്ല. അവരും കുഞ്ഞു ആക്ഷൻ ഇങ്ങനെ കാണിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ വന്നേ? അന്നേരം പറഞ്ഞു, CMC ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത എൻ്റെ ഒരു അങ്കിളുണ്ട്, ക്യാൻസറാ. ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിക്കോ, ഇനി രക്ഷയില്ല. അപ്പോഴങ്ങനെയുള്ളവരെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ വരും. സ്തോത്രം. മറ്റേ തിരുവാതികൾ വരും. അപ്പോൾ അങ്ങനെ വിസിറ്റ് ചെയ്യാൻ വന്നുകൊണ്ട് മുഴുവൻ രാത്രി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ഇതുണ്ടാക്കണം. എന്നിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈ കുഞ്ഞ് എന്നോട് പറയുകയും പരിശുദ്ധാത്മാവ് എന്നോട് പറയാണ്, ഇതാണ് മെൻഡറിൽ ഞാൻ സുവിശേഷത്തിനു വേണ്ടി തുറന്ന വാതിൽ. സ്തോത്രം. അപ്പോൾ തന്നെ ആ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, മോളെ, പപ്പയോടും മമ്മിയോടും പറഞ്ഞു, നിന്നെ പഠിപ്പിക്കുന്ന മാസ്റ്റർജിമാർ നിന്റെ വീട്ടിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സ്തോത്രം. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആ കുടുംബത്തിൽ ചെന്നു. കേൾക്കണോ, ഞങ്ങൾ ആ കുടുംബത്തിൽ ചെന്നപ്പോൾ ഒത്തിരി രാത്രിയുണ്ട്. യാത്ര ചെയ്ത് തുടങ്ങി. അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് 3 പേര് ആ ഭവനത്തിനകത്ത് പുറത്തിറങ്ങി. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ അപ്പൻ പറഞ്ഞു, ഇത് വേറെ ആരുമല്ല, എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന മാസ്റ്റർജിമാരാണെന്ന് പറയുവാനിടയായി. ഈ പുറത്തിറങ്ങിയ തീവ്രവാദികളാ. അവർ ജനലിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. ഇവരെന്താ ചെയ്യുന്നേ? അവർ കുടിക്കാൻ വെള്ളം തന്നു, സ്തോത്രം, ചായ തന്നു. ഞാൻ നോക്കുമ്പോൾ കയറുകൊണ്ടുണ്ടാക്കി കട്ടിലിൽ ഒരു വ്യക്തി കിടക്കുക. 4 പേര് പിടിച്ച് എണീപ്പിച്ചിരുത്തണം. ഈ സ്പൂണിലാണ് അദ്ദേഹത്തിന് കുടിക്കാനും കഴിക്കാനും കൊടുക്കുന്നത്. ഡോക്ടർ ഉപേക്ഷിച്ചു, ക്യാൻസർ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അപ്പം പറഞ്ഞു, നിങ്ങൾ ഏത് അള്ളയോടാണോ പ്രാർത്ഥിക്കുന്നത്? അള്ളയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ഹിന്ദി അറിയത്തുള്ളൂ. ഞങ്ങൾ 4 പേര് ഒരുമിച്ച് കട്ടലിൻ്റെ 4 ചുറ്റും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ മലയാളത്തിൽ തുടങ്ങി. ദൈവത്തിന് സ്വന്തം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ 4 പേര് പിടിച്ചെണീപ്പിക്കുന്ന ഈ വ്യക്തി തൻ്റെ വലം കൈ പുറകിൽ കുത്തിയിട്ട് അതിൽ ശക്തി കൊടുത്തിട്ട് എണീക്കാൻ വേണ്ടി നോക്കിയ. സ്വന്തമായിട്ട് എണീറ്റാൻ നോക്കി. ഞങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ എണീറ്റ് കാലിൽ താൻ നിന്നിട്ട് ഈ 2 കരവും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞേ, ഈ ഭായിമാർ പ്രാർത്ഥിക്കുന്ന ആളെ എനിക്കും ആവശ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് പരിശുദ്ധാത്മാവ് തന്നെ തൊടാനിടയായി. അവൻ തൊട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ എണീറ്റ് നിൽക്കുക. സ്തോത്രം. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ അകത്ത് ഭയങ്കര സന്തോഷം. ഞാനങ്ങ് ചാടി ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാനിടയായി. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ മാതാവും പിതാവും എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞേ, മാസ്റ്റർജിമാർ आप लोग हमसे क्यों झूठ बोला है? സാറേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് നുണ പറഞ്ഞേ? ഞങ്ങൾ ചോദിച്ചു, എന്താ ഞങ്ങൾ നുണ പറഞ്ഞേ? അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടുത്തെ ലോക്കൽ ഭാഷ പഹാടി എന്ന് പറയുന്ന ഭാഷ അറിയത്തില്ലല്ലോ, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചത് ലോക്കൽ ഭാഷയിലാണല്ലോ. നിങ്ങൾ പ്രാർത്ഥിച്ച ലോക്കൽ ഭാഷ, ഞങ്ങൾ പ്രാർത്ഥിച്ച അന്യഭാഷയില്ല. പക്ഷെ അവർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചില്ല, ഞങ്ങൾക്ക് മനസ്സിലായെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, പരിശുദ്ധാത്മാവില്ലെന്ന് പറയുന്ന കൂട്ടത്തിലോട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അയക്കാൻ ബുദ്ധിയുടെ ശക്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് വേണ്ടത്. അമിതബലം ആരുടെ മേലുണ്ടോ? ഞാൻ പറയുന്നു, ഒരു പട്ടണത്തെ പിടിച്ചു കുലുക്കുന്ന, ഒരു പ്രസ്ഥാനത്തെ പിടിച്ചു കുലുക്കുന്ന, ഒരു ദേശത്തെ പിടിച്ചു കുലുക്കുന്ന, ഒരു കമ്മ്യൂണിറ്റിയെ പിടിച്ചു കുലുക്കുന്ന, ഒരു മതത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ആരെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ കരം അതിനുവേണ്ടി ചലിച്ചു തുടങ്ങാൻ പോകുകയാ. ഇതുവരെയും അറിയത്തില്ല അവിടുത്തെ ലോക്കൽ ഭാഷ പഹാരി.
പക്ഷേ ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചു. പ്രാർത്ഥിച്ചാനന്തരം അത് ആ കുടുംബമാണ് ഫസ്റ്റായിട്ട് ഞങ്ങൾക്ക് തന്ന കുടുംബം, മുസ്ലിം കുടുംബം. 5 പേര് 1 വർഷം കഴിഞ്ഞപ്പോൾ രാത്രിയിൽ 1 മണിക്ക് ദീപയിൽ വെള്ളം നിറച്ച് അവർക്ക് സ്നാനം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. സ്നാനം കൊടുത്തിട്ട് ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മസ്ജിദിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ്, കേരളത്തിൽ നിന്ന് ഭായിമാർ വന്നിട്ടുണ്ട്, മതം പരിവർത്തനത്തിന് വേണ്ടി വന്നിട്ടുണ്ട്, അവരിവിടുന്ന് ഓടിക്കണം. ദൈവത്തിൽ സ്തോത്രം. ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഭയമായി. കാരണം അവർ വിടത്തില്ല, ഉറപ്പാ. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പറയട്ടെ, ആരാണോ ഈ മസ്ജിദിൽ വിളിച്ചു പറഞ്ഞേ, അദ്ദേഹം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഖുർആൻ സ്തോത്രം താഴെ വെക്കും, മോളിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആരെങ്കിലും അകത്തോട്ട് വന്നാൽ ഈ ബൈബിൾ എടുത്ത് അടിയിൽ വെക്കും, ഖുർആൻ എടുത്ത് മോളിൽ വെക്കും. അങ്ങനെ തുടങ്ങി. സ്തോത്രം. ഒടുവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു മസിഹി പരമേശ്വര. അതിന്റെ പുറകെ ഒത്തിരി ചരിത്രമുണ്ട്, ഞാൻ വേഗത്തിൽ പോകുക. ദൈവത്തെ സ്തോത്രം. യേശു മസിഹി പരമേശ്വര. ഹല്ലേലൂയ. മെൻഡർ എന്ന് പറയുന്ന സ്ഥലത്ത് തൻ്റെ ഇടത്തോടെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും, ഈ സുവിശേഷത്തിന്റെ വിത്ത് വിതപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. ഏറ്റവും ആദ്യം ഇതുവരെ ഒരു മിഷണറി പോലും പോയിട്ടില്ലാത്ത മെൻഡർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആ ദേശത്ത് ഈ സുവിശേഷത്തിന്റെ വിത്ത് വിതപ്പാൻ ആമേൻ കർത്താവ് എനിക്ക് ധൈര്യം നൽകി. എന്താണെന്നറിയാമോ? ഈ അമിതബലമാ യേശുവിൻ നാമത്തിൽ, ഈ അത്യന്ത ശക്തിയാ. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ എനിക്ക് അത്യന്ത ശക്തി ഒന്ന് വേണം. നിന്നെ പിടിച്ചിരിക്കുന്ന, നിന്റെ പ്രാർത്ഥനയെ പിടിച്ചിരിക്കുന്ന, നിന്റെ ആരാധനയെ പിടിച്ചു വച്ചിരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ അഴിക്കാൻ ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു. ഇതിന്റെ അകത്തിരിക്കുന്ന ചില കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഇല്ലെന്നും ഇത് സത്യമല്ലെന്നും എന്നും പറയുന്ന ചില കുടുംബത്തിന്റെ അകത്ത് നീ ഒറ്റയ്ക്കായിരിക്കാൻ നിൽക്കുന്നതോ? ദൈവം പറയുന്നു, ഞാൻ തൊടാൻ പോകുകയാ. ഒറ്റയ്ക്ക് നിൽക്കുന്ന, നിനക്കെതിരായിട്ട് വെല്ലുവിളിച്ച് നിൽക്കുന്ന, പരിശുദ്ധാത്മാവ് ഇല്ലെന്നും ഇത് സത്യമല്ലെന്ന് പറയുന്ന ചില കുടുംബത്തിന്റെ അകത്ത് ഒരു ദൈവപ്രവൃത്തിക്ക് വെളിപ്പെടുവാൻ ഇന്ന് പകൽക്കാലം നീ ഏൽപ്പിച്ചു കൊടുക്കോ. ഇതാ നീ കാത്തിരിക്കുന്നതിന് സമയം ആഗതമായിരിക്കുകയാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താ എഫെസോസ് പട്ടണത്തിന്റെ ഒന്നാമത്തെ ശക്തി? പരിശുദ്ധാത്മാവ് ഇല്ലെന്നാ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറയുന്ന ദേശത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. എന്ന് പറയാമോ? ആമേൻ. ഇതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഈ എന്താ പറയുന്നത്, കർത്താവിന്റെ ഭാഗത്തിൽ വന്നതും ഒറ്റയ്ക്കായി ഇപ്പം നിൽക്കുന്നതെങ്കിലും പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നത് ഒരു റിസൾട്ടായി മാറാൻ പോകുക. എതിരായിട്ട് നിൽക്കുന്നത് അനുകൂലമായിട്ട് നിൽക്കും. യേശുവിൻ നാമത്തിൽ പ്രതികൂലമായി നിൽക്കുന്നത് അനുകൂലമായി തീരും. അപ്പോൾ എഫെസോസ് പട്ടണത്തിലിരിക്കുന്ന ദൈവസഭയോട് അമിതബലം പ്രാപിക്കാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താ? എഫെസോസ് പട്ടണത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. രണ്ടാമത്തെ കാരണം 13-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്, അപ്പോസ്തല പ്രവൃത്തി 19:13. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. 19-ാം വാക്യം. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. ആമേൻ. അപ്പൊ എഫെസോസ് പട്ടണത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ശക്തി ഏതാണെന്നറിയാമോ? മന്ത്രവാദവും എന്ന് പറഞ്ഞ ക്ഷുദ്രപ്രയോഗവും. ഒന്ന് പറഞ്ഞേ, മന്ത്രവാദവും. ദൈവസഭയ്ക്ക് അമിതബലം പ്രാപിക്കണമെന്ന് പൗലോസ് പറയുന്ന രണ്ടാമത്തെ കാരണം, ദൈവസഭ സ്ഥിതി ചെയ്യുന്ന എഫെസോസ് പട്ടണത്തിന്റെ അകത്ത് മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും. രാമ്യം പറയാമോ? PMGC ചർച്ച് ഈ ദേശത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന മന്ത്രവാദ ക്ഷുദ്രപ്രയോഗത്തിനുമേ ജയം വേണോ? ഇതിനകത്ത് അമിതബലം ഇറങ്ങണം. ഞാൻ പ്രസംഗിക്കുന്ന അമിതബലം ഈ തൂണിലോ തുരുമ്പിലോ അല്ലെങ്കിൽ ഇതിലൊന്നും അല്ല വെളിപ്പെടുന്നത്. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലോ വെളിപ്പെടുന്നത്. അപ്പോൾ എഫെസോസ് പട്ടണത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ശക്തി എന്താ? മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും. ഇത് ഈ ദേശത്തെ പിടിച്ചു വെച്ചിരിക്കുക. ഇതിനെതിരായിട്ട് സംസാരിക്കാൻ ആർക്കും പറ്റുന്നില്ല. ഭയമാ. കാരണം ആ ഒരു ശക്തിയോടല്ലോ ഈ ദേശത്തെ മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുക. ആരെങ്കിലും ഇതിനെതിരായിട്ട് പറഞ്ഞാൽ അവൻ എന്ത് തട്ടിക്കളയും. സ്തോത്രം. കാരണം അത്ര ശക്തിയാ ഇതിനകത്ത്. വചനം എന്താ പറയുന്നത്? ആമേൻ സ്തോത്രം. ദേശാന്തരികളെ നടക്കുന്ന മന്ത്രവാദികളായ ചിലർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ആണയിടുന്നു. എന്നിട്ട് 19-ാമത്തെ വാക്യം പറയാം, ക്ഷുദ്രപ്രയോഗവും
എന്താ? ഈ ഒരു ശക്തിയെ തകർക്കാൻ വേണ്ടി ഒരുവൻ കയറി വരികയാ. അവൻ ആരാ? പൗലോസാ. സ്തോത്രം. അപ്പോൾ ഈ എഫെസോസ് പട്ടണത്തിന്റെ അകത്ത് ഈ ആൾക്കാർ വിചാരിച്ചത് മന്ത്രവാദവും ശുദ്രപ്രയോഗമാണ് ഏറ്റവും വലിയ കാര്യമെന്നാ. അതിൻ്റെ ഇടയ്ക്ക് ഒരുവൻ കയറി വരിക. എന്താ? ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാൻ. തൻ്റെ ഇടമുണ്ടോ? തൻ്റെ ഇടമുണ്ടോ? ഹിന്ദിയിൽ ചോദിച്ച ഹിമ്മത്ത്. ആമേ, തൻ്റെ ഇടമുണ്ടോ? ആമേ, എതിരായിട്ട് നിൽക്കുന്ന എതിർ ശക്തിയോട്, മന്ത്രവാദത്തോടും ശുദ്രപ്രയോഗത്തോടും നോക്കിയിട്ട് പറയാൻ തൻ്റെ ഇടമുണ്ടോ? ഇതല്ല ശക്തി ജനമേ, ഇതല്ല ശക്തി. ഇതിലും വലിയ ശക്തി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവസഭയ്ക്കകത്തുണ്ട്. ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവിന്റെ അകത്തൊരു ശക്തിയുണ്ട്. എനിക്ക് ഈ വചനം പ്രസംഗിക്കുമ്പോഴെല്ലാം അനുഭവങ്ങളാണ് പ്രസംഗിക്കാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആമേ, സ്തോത്രം. എന്താ? ഈ മന്ത്രവാദവും ശുദ്രപ്രയോഗം തകർക്കാൻ വേണ്ടിയിട്ട് ആമേ എത്ര തന്നെ പരിശ്രമിച്ചാൽ നടക്കത്തില്ല. പക്ഷെ ഒരു ശക്തി വേണം. എന്ത് വേണം? ഏത് ശക്തിയാ? അമിതബലം. ഒന്ന് പറയാമോ? അമിതബലം. ഒന്നുകൂടെ പറഞ്ഞ അമിതബലം. 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 യേശുവിൻ നാമത്തിൽ അമിതബലം. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിച്ച് ജമ്മു കാശ്മീർ 21 സ്റ്റേറ്റ് ഉള്ള ജമ്മു കാശ്മീരിൽ 4 സ്റ്റേറ്റിൽ മാത്രമേ ഡിസ്ട്രിക്റ്റ് മാത്രമേ കർത്താവിന്റെ വേലയുള്ളൂ. ബാക്കിയെല്ലാം ആമേ, സ്തോത്രം, വെറുതെ കാലിയായിട്ട് കിടക്കുക. സ്തോത്രം. ഒരു ദിവസം ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ജമ്മു കാശ്മീർ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. 12 മണിക്ക് പ്രാർത്ഥിച്ചു. 3 മണിയായപ്പോൾ ഏതോ ഒരു ശക്തി, ഒരു കാറ്റ് പോലെ എൻ്റെ ശരീരത്തിൽ വന്നടിച്ചു. എൻ്റെ മുഖമെല്ലാം ഇങ്ങനെ കോടിപ്പോയി. ആമേ, സ്തോത്രം. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറയാ, നീ എന്തിനാ ഇവിടെ ഈ ദേശത്ത് വന്നത്? ആമേ, ഇത് എൻ്റെ ദേശമാ. ഞാൻ പറഞ്ഞു, ഇന്നലെ വരെ ഇത് നിന്റെ ദേശമായിരിക്കാം, പക്ഷെ ഇന്ന് മുതൽ എൻ്റെ കർത്താവിൻ്റെ ദേശമാ. ആത്മാവിൽ പ്രാർത്ഥിച്ച ഒടുവിൽ കർത്താവിനെ കാണിച്ചൊരു കാഴ്ച ദൈവാത്മാവ് ഞാൻ കാണുക. എന്താണെന്നറിയാമോ? മലകൾ. നിങ്ങൾക്കറിയാം, ഈ ജമ്മു കാശ്മീർ മലകളാ ചുറ്റപ്പെട്ട് കിടക്കുന്ന. ആമേ, സ്തോത്രം. ജമ്മു കാശ്മീർ ഭരിക്കുന്ന 4 ശക്തിയുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 4 ശക്തിയുടെ കർത്താവ് എനിക്ക് ജയം വേണം. അപ്പൊ 4 മലകളിൽ, ഈ 4 സൈഡിലും മലകളാ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ മലകൾ എന്താണെന്നറിയാമോ? ഈ മലകളൊന്നും വെറുതെ കിടക്കില്ല. ഈ മലകളുടെ തപസ് ചെയ്യാൻ വേണ്ടി പല സ്റ്റേറ്റുകളിൽ നിന്ന് ആൾക്കാർ വന്ന് തപസ് ചെയ്യുക. ഈ മലകളിൽ, സ്തോത്രം, അവർ ഒറ്റ കാലിൽ നിൽക്കും, അല്ലെങ്കിൽ ചെരുപ്പിടാണ്ട് നിൽക്കും, അല്ലെങ്കിൽ പാമ്പ് ചുറ്റി നിൽക്കും. ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് അവർ 6 മാസം 3 മാസമൊക്കെ തപസ്സിരിക്കുക അവിടെ ഈ മലകളിൽ. ആത്മാവിനെ കാണിക്കുക. എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നീ എന്നെ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു. സ്തോത്രം. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നത് ഒരു ബാബ, ഒരു സന്യാസി. അദ്ദേഹം വളരെ ദേഷ്യത്തോടെ എണീറ്റിട്ട് തൻ്റെ വലത് കാലുകൊണ്ട് കത്തി നിൽക്കുന്ന നിലവിളക്കിന് ഇങ്ങനെ കാലുകൊണ്ട് എന്ത് ചെയ്തു? തട്ടിക്കളഞ്ഞിട്ട്, കത്തി നിൽക്കുന്ന നിലവിളക്കിന് കാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് എണീറ്റ് ഇങ്ങനെ പറയാം, അഭിത്വ മേരെ ശക്തി ഖതം ഹോ ഗയാ. ഇനി എൻ്റെ ശക്തി തീർന്നു. ഞാൻ കാഴ്ച ഇങ്ങനെ കാണുകയാണ്. ഇനി എൻ്റെ ശക്തി തീർന്നു എന്ന് പറഞ്ഞു അദ്ദേഹം വലിയ ദേഷ്യത്തോടെ ഇങ്ങനെ എണീറ്റ് നിൽക്കുക. 3 മണിക്ക് പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച, ഇതുപോലെ വെള്ളിയാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ഇന്ന് വെള്ളിയാഴ്ച ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ സഭയിൽ ചെന്നു, ശുശ്രൂഷിക്കാൻ തുടങ്ങി. ആൾക്കാർ ആത്മാവിൽ ശുശ്രൂഷിച്ചു. അന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചനം, തുമാര ശരീരം പരമേശ്വര മന്ദിര, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാകുന്നു. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ സഭയുടെ, സ്തോത്രം, മെയിൻ എന്താ പറയുന്നത്, വാതിലിൽ ഒരാൾ, ഒരു സന്യാസി, ഒരു പാമ്പിനെയൊക്കെ കഴുത്തി ചുറ്റി കാവ്യ കൊടുത്തോണ്ട് ഒരു ചോറ്റുപാത്രം പോലെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ കടുകണ്ണ, അതിൻ്റെ അകത്ത് പുക ഇങ്ങനെ പൊങ്ങുന്നു. അതിൻ്റെ അകത്തൊരു ഫോട്ടോ ഉണ്ട്. ഇങ്ങനെ വന്ന് മെയിൻ വാതിൽ വന്ന് നിൽക്കുക. സ്തോത്രം. ഇങ്ങനെ വയ നിൽക്കുമ്പോൾ എന്നോട് പരിശുദ്ധം പറയാ, അദ്ദേഹത്തെ നോക്കി പറയാ, തുമാര ശരീരം പരമേശ്വരിക്ക് മന്ദിര. അദ്ദേഹത്തെ നോക്കി പറ, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാകുന്നുവെന്ന്. ഞാൻ ഇങ്ങനെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പതിയെ ഇങ്ങനെ ഈ കാലൊക്കെ ഏച്ചേച്ച് വരുന്ന പോലെ ഇങ്ങനെ ഏച്ചേച്ച് ചർച്ചിന്റെ അകത്തോട്ട് വന്നു. ഏറ്റവും പുറകിൽ വന്നിരുന്നപ്പോൾ ഞാൻ ആത്മാവിൽ, ആമേ, സ്തോത്രം, അദ്ദേഹത്തിന്റെ അടുത്തോട്ട് എന്ന് തലയിൽ കൈവെക്കാൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ ചെന്നപ്പോൾ വെച്ചില്ല. അതിനുമുമ്പ് അദ്ദേഹം ആടാൻ തുടങ്ങി. ഈ നമ്മുടെ ഹെലികോപ്റ്ററിന്റെ ഈ ഫാൻ ഉണ്ടല്ലോ, അത് കറങ്ങുന്നത് പോലെ പുള്ളിയുടെ ഈ മുടി അഴിഞ്ഞ് കറങ്ങാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ ഇരുന്ന് ആരാധിക്കുന്ന വിശ്വാസികളെല്ലാം പാസ്റ്റർമാരായി, എല്ലാം ഫ്രണ്ടിൽ വന്നിരിക്കുക. എല്ലാവരും പേടിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. എല്ലാം മുന്നിൽ വന്ന് ആരാധന തുടങ്ങി. എല്ലാം ആരാധിച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹം മാത്രമുണ്ട് തന്നെ അവിടെ ഇരിക്കുക. ഇദ്ദേഹം ഈ ആടിക്കൊണ്ടിരിക്കുന്ന പാമ്പിനെ, ഇദ്ദേഹം കഴുത്തിൽ നിന്ന് പാമ്പിനെ എടുത്തെറിഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം കേൾക്കണോ? അത് കേട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു ശക്തി എൻ്റെ അകത്തോട്ട് വന്നു. എന്താ ചോദ്യം അറിയാമോ? ഹേ തൂ ക്യോ കൽ രാത് കോ മേരെ ശക്തി കോ ഖതം കിയാ ഹൈ. നീ എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി എൻ്റെ ശക്തിയെ തകർത്തതെന്ന്?
എന്താ? പ്രാർത്ഥന റൂമിൽ 3 മണിക്ക് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൽ വെളിപ്പാടിൽ കണ്ട് ശാസിച്ച ശക്തിയുണ്ടല്ലോ, ഇന്ന് അക്ഷന്ത്രമായിട്ട് വന്നിരുന്ന് എന്നോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് എൻ്റെ ശക്തി നീ തകർത്തതാ? ഓ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, ഇന്നലെ വരെ നിന്റെ ശക്തിയായിരിക്കാം, പക്ഷെ ഇന്ന് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയാ. ഒരു കാര്യം ഉറപ്പാ, മന്ത്രവാദമല്ല വലുത്, ശുദ്ധപ്രയോഗമല്ല വലുത്, അതിലും വലുത് വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി. ദൈവസഭയ്ക്കകത്ത് ഇന്ന് പകൽക്കാലം ഒരു കർത്താവ് ഒരു ശക്തി അയച്ചിരിക്കുക. അതെന്തെന്നറിയാമോ? ഈ ദേശത്തെ പിടിച്ചു വച്ചിരിക്കുന്ന ചില മന്ത്രവാദങ്ങൾ, ശുദ്ധപ്രയോഗങ്ങളുണ്ട്. ദൈവസഭയെ അത് അഴിക്കാൻ തയ്യാറാണോ? അതഴിക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം കർത്താവ് അഴിക്കാൻ പോകുക. അതിന് നിങ്ങൾ തയ്യാറാകണം. അതിന് നിങ്ങൾ തയ്യാറാകണം. യെസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓരോ വില്ലേജിനും സർപ്പഞ്ചുണ്ട്, പഞ്ചുണ്ട്. ആമേൻ, സ്തോത്രം. ഈ വില്ലേജിനെ നയിക്കുന്നവർ, അങ്ങനെ ഓരോ വില്ലേജിനും ഓരോ നേതാക്കന്മാരുണ്ട്. എന്നതുപോലെ ഇവിടെയുള്ള ഓരോ ഏരിയകളിലും ഒരു ശക്തിയുണ്ട്. ഓരോ ഏരിയകളെയും പിടിച്ചു വെച്ചെങ്കിൽ ചില ശക്തികളുണ്ട്. നിങ്ങൾ തയ്യാറാണോ? ഒരു മല്ലയുദ്ധത്തിന് തയ്യാറാണോ? ഒരു മല്ലയുദ്ധത്തിന് തയ്യാറാണോ? ദൈവാത്മനെ കാണിക്കുന്ന കാഴ്ച, ഈ സഭയ്ക്കകത്ത് ഷിഫ്റ്റായിട്ട് ലാംഗ്വേജുകളിൽ ആരാധന നടക്കും. പല ലാംഗ്വേജുകളിൽ ഷിഫ്റ്റായിട്ട് പല ലാംഗ്വേജുകളിൽ ആരാധന നടക്കാൻ പോകുക. റബാനാഷ് ഈ സഭ മുഖാന്തരം ഒരു യൂത്തിന്റെ ഒരു കൂട്ടം കയറി വരാൻ പോകുക. ഈ സഭ, യെസ്, ഒരു യൂത്തിന്റെ കൂട്ടത്തെ കർത്താവ് ഈ ദിവസങ്ങളിൽ എണിപ്പിക്കാൻ വേണ്ടി പോകുക. സ്ട്രീറ്റുകളിൽ ചില ഹോസ്പിറ്റലുകളിൽ ദൈവപ്രവൃത്തിക്കായി അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം ഒരു ദൈവാത്മാവിന്റെ നിയോഗം ഏറ്റെടുത്തോ. അതിനൊരു അഭിഷേകം നിന്റെ മകന്റെ മേൽ വെളിപ്പെടട്ടെ. ആ കരത്തിൽ ആ ദൈവശക്തി ഒന്ന് ചലിക്കട്ടെ കർത്താവേ, ചലിക്കട്ടെ കർത്താവേ. ആ കരത്തിൽ ആ ദൈവശക്തി ചലിക്കട്ടെ. ചില യൂത്തിന്റെ ചങ്ങലെ അഴിക്കുന്ന, ചില യൂത്തിനെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൊയ്തെടുക്കുവാൻ എഫെസോസ് പട്ടണത്തിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ദൈവസഭയോട് അമിതബലം പ്രാപിക്കാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? എഫെസോസ് പട്ടണത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ശക്തി മന്ത്രവാദവും ശുദ്രപ്രയോഗവും. ദൈവത്തിന് സ്തോത്രം. ഈ ശക്തിയെ കണ്ടിട്ട് അവിടെയുള്ള വ്യക്തികൾ ചിന്തിച്ചിരിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ ശക്തി എന്നാ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആ കാലഘട്ടത്തിൽ ആമേ സ്തോത്രം ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി. മൂന്നാമത്തെ ശക്തി കേൾക്കണോ? എഫെസോസ് പട്ടണത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന മൂന്നാമത്തെ ശക്തി 19-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ദെമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടി വരുത്തി, പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസ്യയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. എഫെസോസ് പട്ടണത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന മൂന്നാമത്തെ ശക്തി അർത്തമിസ് ദേവിയുടെ മന്ദിരത്തിന്റെ ശക്തിയാ. ആകാശം മുട്ട നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്തെ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വ്യക്തികൾ വിചാരിച്ച് ഇതിൽ കൂടുതൽ വേറെ ശക്തിയില്ലെന്നാ. പക്ഷെ പൗലോസ് അതിൻ്റെ മുൻപിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഈ 3 ശക്തികളെ തകർക്കാൻ ഒരു ശക്തി കഴിഞ്ഞു. ഞാൻ പറഞ്ഞെന്താ? 3 ശക്തിയുടെ മേൽ ജയമെടുത്തത് ഒറ്റ ശക്തിയാ. ഏതാ? അമിതബലമാ. എന്ന് പറയാമോ? ഏതാ? മതിയെന്നേ. 3 സുവാസ പ്രാർത്ഥന. നമുക്ക് അമിതബലം വേണം. അമിതബലം ഉണ്ടെങ്കിൽ ദേശം നമ്മുടെ കയ്യിലിരിക്കും. ആത്മാവിൽ സ്തോത്രം. ഈ ഒരു എന്താ പറയുക, അമിതബലം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ ദേശം നമ്മുടെ കയ്യിലിരിക്കും. 1, പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറഞ്ഞ കൂട്ടത്തിന്റെ അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. 2, ആമേ സ്തോത്രം, മന്ത്രവാദവും ശുദ്രപ്രയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ദേശത്തിന്റെ ശക്തിയെ തകർത്തു. 3, അർത്തമിസ് ദേവിയുടെ മന്ദിരത്തിന്റെ ശക്തിയെ പൗലോസ് മുഖാന്തരം തകർത്തു. എഫെസോസ് പട്ടണം ഇതാ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ആരാധിക്കുന്ന ദൈവസഭയ്ക്കകത്ത് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. പുറത്തെ ശക്തിയെ നോക്കി ഭയപ്പെടേണ്ട, അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്.
ഈ കാലഘട്ടത്തിനകത്ത് ഒത്തിരി പേര് ഭയപ്പെടുന്ന പുറത്ത് ശക്തിയെ നോക്കിക്കൊണ്ട്, അല്ലേ? പുറത്ത് ശക്തിയെ നോക്കിക്കൊണ്ട് ഒത്തിരി പേര് ഭയപ്പെടുന്നത്. പക്ഷെ പുറത്ത് ശക്തിയല്ല വലുത്, അകത്തൊരു ശക്തിയുണ്ട്. ഒന്ന് പറയാമോ? അകത്തൊരു ശക്തിയുണ്ട്. അത് അകത്ത് ഏത് ശക്തിയാ? അത് അമിതബലമാ. അത് അമിതബലം അകത്തുണ്ടെങ്കിൽ പുറത്തൊരു ശക്തിക്ക് നമുക്ക് ആക്രമിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആത്മാവി പറഞ്ഞല്ലോ. അപ്പൊ ദേശത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദുരാത്മാ മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് കർത്താവ് സഭയെ ജമ്മുവിന്റെ പ്രദേശത്ത് സ്ഥാപിക്കുവാനിടയായ ശക്തി എന്ന് പറയുന്നത് ഈ ഒരു അമിതബലമാ. അന്ന് മുതലുള്ള ഒഴുക്കുവ, ഇന്നും അത് നിന്നിട്ടില്ല, ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ കൃപയാൽ സ്തോത്രം. ഞങ്ങൾ 4 പേര് തുടങ്ങി ആരാധിച്ച ദൈവസഭ ഇന്ന് 300ഓളം പേരാണ് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേ സ്തോത്രം. ഒത്തിരി പേര് ചോദിക്കുക എത്ര മലയാളീസ്? ഞാൻ പറഞ്ഞ ആരുമില്ല, ഞാനും എൻ്റെ വൈഫേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും ലോക്കൽ ആൾക്കാർ 5 പേര് കർത്താവിന്റെ രാജ്യത്തിലൂടെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് അവിടുത്തെ ലോക്കൽ ആൾക്കാരാ. ഞാൻ പറയട്ടെ, ദൈവസഭയിൽ ഈ അമിതബല ഇറങ്ങിയാൽ, എൻ്റെ പ്രിയ ദൈവജനമേ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ലെന്നേ. ദൈവത്തെ സ്തോത്രം. നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന പോലെ ഒന്നും അല്ല. ആമേ സ്തോത്രം. ദൈവപ്രവൃത്തി നടക്കുന്നത് അതിലൊരു വ്യത്യാസം കർത്താവ് നടത്താൻ വേണ്ടി പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയട്ടെ, അതുകൊണ്ടാണ് പൗലോസ് എഫെസോസിലെ സഭയോട് പറഞ്ഞത്, നിങ്ങളുടെ അകത്തെന്തുണ്ട്? അളവറ്റ വലിപ്പം ഉള്ള ഒരു ശക്തി നിങ്ങളുടെ അകത്ത് എന്ത് ചെയ്യുന്നു? വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ആ അളവറ്റ സ്തോത്രം വ്യാപരിക്കുന്ന ആ ശക്തി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദേശത്തിന്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകും. എന്ത് ചെയ്യും? മാറിപ്പോകും. ഒന്ന് ഇന്ന് പറയാമോ, കർത്താവേ, ഈ ശക്തി എൻ്റെ കരത്തിലും എൻ്റെ നാവിലും ഒന്ന് വെളിപ്പെട്ട് വരണമേ. ഒന്ന് പറയാമോ? നമ്മൾ എപ്പോഴും ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ സ്തോത്രം, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ, അല്ലേ? ദൈവത്തെ സ്തോത്രം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ശക്തിയെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. സ്തോത്രം. നമ്മൾ പ്രാപിച്ച ശക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല. ദൈവത്തെ സ്തോത്രം. അത് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഈ അത്യന്ത ശക്തി നിങ്ങളൊന്ന് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം, അല്ലേ? എന്നിടം ഒന്ന് ഉപയോഗിക്കണം. അതിൻ്റെ സ്തോത്രം ഒന്ന് വായിക്കാമോ? 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന്. നിങ്ങൾ അറിയണം. ആരറിയണം? നമ്മൾ അറിയണം. എന്തറിയണം? നിങ്ങളിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. സ്തോത്രം. ഞാനിത് മനസ്സിലാക്കി. എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, പുറത്തുള്ള ശക്തി ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. പുറത്തുള്ള ശക്തി ഒന്നുമല്ല. ഒരു കാര്യം കൂടെ, എൻ്റെ അനുഭവം ഒരു കാര്യം കൂടെ പറയാം. ആമേ ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ വൈഫ് വന്നു. നാനോ കാറുണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. വണ്ടി ഓടിച്ച് പാസ്റ്ററെ സിഗ്നൽ ലൈറ്റിന് അടുത്തായപ്പോൾ എൻ്റെ കണ്ണിൻ്റെ 2 കാഴ്ചയും പോയി. ഒരു പനി പോലും എനിക്ക് വന്നിട്ടില്ല. 2 കണ്ണിൻ്റെ കാഴ്ച പോയി. ഞാൻ പറഞ്ഞു വൈഫിനോട്, എനിക്കെന്തോ സംഭവിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ച പോയിട്ട് ഈ വണ്ടി ഞാൻ വീണ്ടും ഓടിച്ച് സൈഡാക്കി. പിന്നെ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. വായിലൂടെ ബ്ലഡ് എല്ലാം വന്നു. വൈഫ് കണ്ട് കരഞ്ഞ് അലറാൻ തുടങ്ങി. കരഞ്ഞിട്ട് ആ അലർച്ച കേട്ടൊരു പഞ്ചാബി ഒരു വ്യക്തി വന്നിട്ട് എന്നെ എടുത്ത് പുറകിൽ കിടത്തിയിട്ട് അദ്ദേഹം സ്വന്തം വണ്ടി ഓടിച്ച് ജമ്മു മെഡിക്കൽ കോളേജ്, GMC എന്ന് പറയുന്നത് ജമ്മു മെഡിക്കൽ കോളേജ് എന്നെ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് ബോധം വന്നില്ല. അവിടുത്തെ ഡോക്ടർമാർ നോക്കി. പക്ഷേ MRI ഈ മെഷീൻ്റെ അകത്ത് കയറ്റി ആമേ സ്തോത്രം നോക്കിയപ്പോൾ എനിക്ക് ഈ കണ്ണിന് കാഴ്ച തരുന്ന ഒരു ഞരമ്പുണ്ട്. അതിൻ്റെ അകത്ത് ചെറിയൊരു മുഴ. ചെറിയൊരു മുഴ വന്നിങ്ങനെ നിൽക്കുക. അവർ സ്തോത്രം പറഞ്ഞു, ഇത് ബ്രെയിൻ ട്യൂമറാണ്. സ്തോത്രം. ഞാനിത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ആരോ ഞങ്ങളോട് പറഞ്ഞു, അമൃത്സർ ന്യൂറോസ്റ്റ് ഉണ്ട്, നല്ല പേര് കേട്ടൊരു ഡോക്ടറാ, അവിടെ കൊണ്ട് വീണ്ടും ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തിന് അപ്പോയിൻമെൻ്റ് എടുത്ത് അമൃത്സറിൽ പോയി. ഞങ്ങൾ വീണ്ടും ചെക്ക് ചെയ്തു. നോക്കിയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇത് ബ്രെയിൻ ട്യൂമറാണ്, അവിടെ മുഴയുണ്ടെന്ന് പറഞ്ഞു. ഈ 2 റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, നിന്നിലൂടെ അനേകര് ആമേ സ്തോത്രം രോഗികൾ സൗഖ്യമാകുന്നു. പക്ഷെ എൻ്റെ ശക്തി നിന്റെ ശരീരത്തിൽ നീ കാണാൻ പോകുക. ഇത്രേ പരിശുദ്ധാത്മാവ് പറഞ്ഞുള്ളൂ. നിന്നിലൂടെ അനേകർ സൗഖ്യമായി. ഇനി എൻ്റെ ശക്തി നീ ശരീരത്തിൽ അനുഭവിക്കാൻ വേണ്ടി പോകുക. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് കേൾക്കണം, 3 മാസം ഞാനും എൻ്റെ വൈഫും രാത്രിയിൽ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 റിപ്പോർട്ടും കരം വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതിന് ഞാൻ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഇതെൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി നിൽക്കുന്ന റിപ്പോർട്ടാ. ഇതെൻ്റെ വേലയ്ക്ക് വിരോധമായി നിൽക്കുന്ന റിപ്പോർട്ടാ.
ഇതിലും വലിയൊരു ശക്തി എൻ്റെ അകത്തുണ്ട്. ഞാൻ ആത്മാവിൽ ക്യാൻസൽ ചെയ്യുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. അകത്ത് പേടിയുണ്ടെങ്കിലും പക്ഷെ ആത്മാവിൽ ജാഗരിച്ചതുകൊണ്ട് ഇതിനെ ഞങ്ങൾ പേടിപ്പെട്ടില്ല. സ്വന്തം പ്രാർത്ഥിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പറഞ്ഞു വീണ്ടും ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അമൃത്സർ ഡോക്ടറെ വിളിച്ച് വീണ്ടും അപ്പോയിൻമെന്റ് എടുത്തിട്ട് ഞങ്ങൾ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ വീണ്ടും MRI മെഷീൻ്റെ അകത്ത് കയറ്റി ഒന്നും തെളിയുന്നില്ല. വീണ്ടും ഇഞ്ചക്ഷൻ കൊടുത്തു, ഇഞ്ചക്ഷൻ വെച്ചു. അത് നല്ല ക്ലിയർ ആകാൻ വേണ്ടി ഇഞ്ചക്ഷൻ വെച്ചിട്ട് അകത്തോട്ട് കയറ്റി. എന്നിട്ട് നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്യുന്ന ആള് വൈഫിനെ ആ റൂമിൻ്റെ അകത്ത് വിളിച്ചിട്ടു ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കാണിച്ച് ഇവിടെയായിരുന്നു ആ മുഴ ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇല്ല. ഹല്ലേലൂയ. ഇപ്പോഴത് കാണുന്നില്ല. അവർ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. വൈഫ് അവിടെ നിന്നുണ്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ആരാ? അപ്പോഴാ പറഞ്ഞു ഞങ്ങൾ യേശുവിനെ ആരാധിക്കുക, യേശുവിന്റെ വേല ചെയ്യുന്നവരാ. ഡോക്ടർ പറഞ്ഞു ഇതുവരെ ഞങ്ങൾ അങ്ങനത്തെ ചരിത്രം കേട്ടിട്ടില്ല. ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇത് മാറിപ്പോകും. ശത്രുവേ, നീ ഞങ്ങൾക്കെതിരെ പദ്ധതി ഒരുക്കുന്നെങ്കിൽ, നീ വേലയ്ക്കെതിരെ പദ്ധതി ഒരുക്കുന്നെങ്കിൽ, ശുശ്രൂഷയ്ക്കെതിരായിട്ടാണ് നീ നിൽക്കുന്നെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിനെതിരായിട്ടാണ് നീ നിൽക്കുന്നെങ്കിൽ, കർത്താവിന്റെ രാജ്യത്തിനെതിരായിട്ടാണ് നീ നിൽക്കുന്നുവെങ്കിൽ അതിനെ തകർക്കുന്ന ഒരു അമിത ബലം ഞങ്ങൾക്കുള്ളതിനായി. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, നിന്റെ രോഗബന്ധനത്തെ അഴിക്കുന്ന ഒരു അമിത ബലം വെളിപ്പെടും. അവന്റെ ശക്തിയുള്ള അളവറ്റ വലിപ്പം. ഓഹോ ജീസസ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഈ ദൈവസഭ കേട്ടെ, ഈ ദൈവസഭ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. റബാനഗസ്യ തലമുറയ്ക്ക് വേണ്ടിയും ചില രോഗികൾ സൗഖ്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ചില കിഡ്നി സംബന്ധമായ ചില വിഷയത്തിന്റെ മേല് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുക. റഗനഘടക ശൈതന ഡോക്ടറിന്റെ റിപ്പോർട്ടിനെ കർത്താവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് സ്വർഗം ഇന്ന് പകൽക്ക് റിപ്പോർട്ട് തരാൻ വേണ്ടി പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റീഖാനഗസ്യ ഇവിടെ ആയിരിക്കുമ്പോൾ നാട്ടിലുള്ള ചില പേരൻസിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ആമേ, രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന ചില പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില കുടുംബത്തെ ദൈവാത്മാവ് കാണിക്കുക. ഇന്ന് പകൽക്കാലം നീ ഇവിടുന്ന് ആരാധിക്കുമ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുക. ഒന്ന് കേട്ടാട്ടെ. ഈ ഭിത്തിയെ പിടിച്ചു നടക്കുകയും അതുപോലെ നടക്കാൻ പറ്റാതെ രോഗത്തിൽ ഇരിക്കുന്നതും ഡോക്ടറിന്റെ റിപ്പോർട്ട് എടുത്തു വെച്ച് പലപ്പോഴും പ്രയാസത്തോടെ അനുഭവിക്കുന്ന ചില ഓപ്പറേഷൻ സംബന്ധമായ ചില വിഷയത്തിന് മേല് ഇന്ന് പകൽക്കാലം കർത്താവ് അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോകുക. യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോകുക. ഈ സഭയോടുള്ള ബന്ധത്തിൽ, ഇതിനകത്ത് ആരാധിക്കുന്ന കുടുംബത്തുള്ള ബന്ധത്തിലാണ് ദൈവം പറയുന്നത്, നീ വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. നിന്റെ വിശ്വാസത്തിന് മേൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിന്ന് പകൽക്കാലം ഇറങ്ങട്ടെ. ആ രോഗാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി അഴിക്കുന്നു. ദൈവാത്മാവിനെ കാണിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എണീറ്റിരിക്കാമോ? മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗബന്ധ സ്തോത്രം വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ആരെങ്കിലും ഈ സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിനെ കാണിക്കുന്നത്, അതിനെ കർത്താവ് ഇപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്ത ശക്തി ഒന്ന് വെളിപ്പെടാൻ വേണ്ടി പോകുക. കർത്താവിന്റെ പ്രവൃത്തി അത് വെളിപ്പെടാൻ വേണ്ടി പോകുക. എന്റെ കർത്താവെ, ആ പ്രവൃത്തി ഒന്ന് ഇറങ്ങട്ടെ ഇപ്പോൾ. കർത്താവെ, ആ പ്രവൃത്തി ഒന്ന് വെളിപ്പെടട്ടെ. കർത്താവെ, നിന്റെ മകൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഒന്ന് തുറണമേ. ഈ വാസ പ്രാർത്ഥന കഴിയുന്നതിന് മുന്നേ ഫോൺ കോൾ വരട്ടെ. ഞാൻ പൂർണ്ണമായി സൗഖ്യമായ റബാനഗസിയ ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ മേൽ വെളിപ്പെട്ടു എന്ന് പറയത്തക്ക നിലയിൽ ആ സ്വർഗമൊന്ന് ചലിക്കണമേ ഇപ്പോൾ തന്നെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് മനസ്സിലാക്കേണ്ടതിനായി പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലം ആ പ്രവൃത്തി ഒന്ന് അയക്കണമേ. കർത്താവേ, ഒന്ന് തുറണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ തുറണമേ. അങ്ങയുടെ സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ.
പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് എൻ്റെ 3 ഉണ്ട്. 2 മുഴ ഉണ്ടെന്ന്, 1 ഇല്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഇല്ലെന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ 3 എടുത്തു വെച്ച് പ്രസംഗിക്കും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ പ്രാർത്ഥന തുടങ്ങുന്നത് 11 മണിക്കാണ്, തീരുന്ന 3 മണിക്കാണ്. 3 മണിക്ക് തീർന്നിട്ട് ഒത്തിരി രോഗികളായ ആൾക്കാരെ പുറകെ കൊണ്ട് കിടത്തും. സ്തോത്രം. ഒത്തിരി പേരുണ്ട് രോഗികളായിട്ട് കിടക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. കർത്താവ് അങ്ങനെ ഒരു കൃപ എനിക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രോഗികൾ സൗഖ്യമാവും. എന്തുകൊണ്ടാണ്? നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുന്നോ? ഇത് എഴുതിയിട്ടോ? ഈ 3 ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ സഭയുടെ മറ്റൊരു ലെവലിലോട്ട് സഭ കയറാൻ വേണ്ടി പോകുക. ഞാനത് വിശ്വസിക്കുക. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ തന്നെ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ചിലതിനെ വെട്ടിയാണ് പ്രസംഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പലതും ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ആരറിയണം? ദൈവസഭ അറിയണം. എന്തറിയണം? സ്തോത്രം. നിങ്ങളുടെ അകത്ത് ഒന്ന് പറയണം, ഒരു ശക്തി ഉണ്ടെന്ന് അറിയണം. നമ്മളെല്ലാം സൺഡേനും വന്ന് ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. ഇതല്ല സ്തോത്രം. ആരാധിക്കുന്ന നമ്മുടെ മേൽ ഒരു വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് നിങ്ങൾ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ ആ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുക. ചില കുടുംബങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ ആ ശക്തി നിങ്ങളോട് വ്യാപരിക്കുക. ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ശക്തി നിങ്ങളോട് വ്യാപരിക്കുക. ഓഫീസുകളിൽ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ശക്തി നിങ്ങളോട് വ്യാപരിക്കുക. റീബാന ശഖറബസിയ ലതുന ഗഡഗസിയ. യെസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റീബാന ശംതുന ലഗസി ഖാരഗദിയാനമ. ആത്മാവിൽ ഒരു ദൂത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഈ പല സ്ഥലങ്ങളിലും തഴച്ചു വളർന്ന വൃക്ഷമുണ്ട്. ആ തഴച്ചു വളർന്ന വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഈ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ റൗണ്ട് പോലെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കെട്ടിയും അതോടൊപ്പം തന്നെ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പല സാധനങ്ങൾ വെച്ച് ഇങ്ങനെ കത്തിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ചില ചൗക്കുകളുണ്ട്. ചൗക്കുകളുണ്ട്. ദൈവത്തിന് സ്വന്തം അങ്ങനെ ദൈവാത്മനെ കാണിക്കുക. ചൗക്കുകളുണ്ട്. ആ ചൗക്കിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവിൻ്റെ മണ്ഡലമുണ്ട്, ഒരു ദുരാത്മാവിൻ്റെ ശക്തിയുണ്ട്. റഖാനഗസ്യ. ദൈവസഭ രാവിലെ സ്തോത്രം 3 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ എണീറ്റ് ഈ ദേശത്തെ ചുറ്റി പ്രാർത്ഥിക്കുവാൻ ഒരു നിയോഗം പ്രാപിക്കണം. റഖനഗസ്യ. 4 കിലോമീറ്റർ ചുറ്റളവിൽ ദൈവസഭ രാവിലെ ഒരാളെ 2 പേരാണ് 3 കുഴപ്പമില്ല, ഒന്ന് ചുറ്റി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കണം. ദൈവാത്മാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 4 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ദൈവശക്തി വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. ദൈവശക്തി വെളിപ്പെടാൻ വേണ്ടി പോകുക. റീബാന ശൂഖ റബസിയ നതുനഗഡഗസിയ അതന രഗദ ശംതുന ലഗഡഗ സീഖി രഗദിയ റീഖി രഗദ റൂതന ലഗഡഗ ശംതുന ലഗഡഗസിയ. അങ്ങനെ വെളിപ്പെടുമ്പോൾ അങ്ങനെ വെളിപ്പെടുമ്പോൾ ഈ സൈക്കിള് റിപ്പയർ ചെയ്യുന്നതും അതുപോലെ മെക്കാനിക് പരമായിട്ടുള്ള ചില ആൾക്കാരെ ആയിരിക്കും കർത്താവ് ആദ്യമായിട്ട് ഈ സഭയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതൊരു ഞാൻ പറയുന്നത് അതൊരു ചാക്ക് കെട്ട് അഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊടയുന്നത് പോലെയായിരിക്കും. ദൈവത്തിന്റെ സ്വന്തം അതൊരു തുടക്കമായിരിക്കും. കേട്ടോണേ, അതൊരു തുടക്കമായിരിക്കും. അതിന്റെ പുറകെ ചിലത് ഒഴുകി കയറാൻ വേണ്ടി പോകുകയാ. ഇന്ന് പകൽക്കാലം അതൊന്ന് വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, ഈ വാസപ്രാർത്ഥന ശക്തി വ്യാപരിക്കണമേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എന്തിനാ? ശത്രുവിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ. ഒരു വാക്കുകൂടി ഞാൻ പറയുന്നു, എതിർക്കുന്നവരുടെ കൂട്ടം കുറയുന്നു. എന്താ എതിർക്കുന്നവരുടെ കൂട്ടം? ഒന്ന് പറഞ്ഞേ, എതിർക്കുന്നവരുടെ കൂട്ടം കുറയുക. എതിർക്കാൻ തയ്യാറാണോ? എതിർക്കാൻ തയ്യാറാണോ? പ്രിയ ദൈവസഭേ, ഇന്ന് എതിർക്കുന്നവരുടെ കൂട്ടം കുറയുക. അതിന്റെ അർത്ഥം അനുകൂലിച്ച് നിൽക്കുന്നവരുടെ കൂട്ടം കൂടുക. ആരോട്? സാത്താനോട് ഇപ്പൊ അനുകൂലിച്ച് നിൽക്കുകയല്ലേ. സ്തോത്രം. എന്തോ ലോകത്തോട് ദൈവസഭ അനുകൂലിച്ചു നിൽക്കുകയല്ലേ. ലോകത്തിന്റെ സ്തോത്രം എന്താ പഠിപ്പീരിനോട് അനുകൂലിച്ചു നിൽക്കുകയല്ലേ. പക്ഷെ ഈ PMG സഭയോട് ഞാനൊരു കാര്യം പറയുന്നു, എതിർക്കാൻ തയ്യാറാണോ? ശത്രുവിന്റെ തന്ത്രത്തോട് എതിർക്കാൻ നിങ്ങൾ തയ്യാറാണോ? എതിർക്കുന്നവരുടെ കൂട്ടം കയറി വരട്ടെ.
ആരൊക്കെ അനുകൂലിച്ച് നിൽക്കട്ടെ, വചനത്തിന് വിപരീതമായിട്ട് നിൽക്കട്ടെ, ഉപദേശത്തിനും പഥ്യവചനത്തിനും വിപരീതമായി നിൽക്കട്ടെ, ആമേൻ, വചനം ആമേൻ വിട്ട് മാറി നിൽക്കട്ടെ. പക്ഷെ ഈ ദൈവസഭ ആമേൻ ശത്രുവിന്റെ തന്ത്രത്തോട് എതിർത്ത് നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ദൈവം ഒരു കൊയ്ത്ത് നിങ്ങളുടെ കയ്യിൽ തരാൻ പോകുകയാ. അവനൊരു കൊയ്ത്ത് തരാൻ പോകുകയാ. ഹോ രാധാന ശാരാധാനസി. ആമേൻ. തകരത്തില്ല, തകരത്തില്ല. നിന്നെ ദൈവം ഉറപ്പിക്കാൻ പോകുകയാ. നിന്നെ ഉറപ്പിക്കാൻ പോകുകയാ. നിന്നെ ഉറപ്പിക്കാൻ പോകുകയാ. നിന്നെ ഉറപ്പിക്കാൻ പോകുകയാ. ദൈവസഭയെ ദൈവം ഉറപ്പിക്കാൻ പോകുകയാ. ദൈവസഭയെ ദൈവം ഉറപ്പിക്കാൻ പോകുകയാ. ഒന്ന് എണീറ്റ് നിൽക്കാമോ? ദൈവസ്ഥലം ഒന്ന് എണീറ്റ് നിന്നാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എതിർക്കുന്നവരുടെ കൂട്ടം കയറി വരട്ടെ. അമിതബലം പ്രാപിക്കുന്നവരുടെ കൂട്ടം കയറി വരട്ടെ. യേശുവിൻ നാമത്തിൽ റാഖാനഗസിയ. നിന്നെ ഇവിടുന്ന് പറിച്ചു കളയുമെന്ന ശത്രു ചിന്തിക്കുന്നെങ്കിൽ ദൈവാത്മ പറയുന്നു, നോഹയുടെ പെട്ടകത്തെ അരാരാത്ത് പർവ്വത്ത് ഉറപ്പിച്ചതുപോലെ ഈ ദൈവസഭയെ ദൈവം ഉറപ്പിക്കാൻ വേണ്ടി പോകുകയാ. ഇതിനെ ദൈവം ഉറപ്പിക്കാൻ പോകുകയാ. ഇനി ഒഴുകുന്ന സഭയായിട്ടല്ല, ഇനി സ്വതം തകരുന്ന സഭയായിട്ടല്ല, ഇത് ഉറയ്ക്കുന്ന സഭയായി മാറാൻ വേണ്ടി പോകുകയാ. അടിയൊഴുക്കിനെ ദൈവം ഉറപ്പിക്കാൻ പോകുകയാ. അടിയൊഴുക്കിനെ ദൈവം നിർത്താൻ പോകുകയാ. അടിയൊഴുക്കിനെ ദൈവം നിർത്താൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ വരുന്നവർ നിലനിൽക്കാൻ കഴിയാതെ, വരുന്നവർ ഇതിൻ്റെ അകത്ത് ഉറയ്ക്കാൻ കഴിയാതെ, ഉറയ്ക്കാൻ കഴിയാതെ ആമേ പിഞ്ചിലെ പറിച്ചു കളയുന്നത് പോലെ, ചിലരെ പറിച്ചു മാറ്റുന്നത് പോലുള്ള ശക്തികൾ മാറി ഈ ദൈവസഭയ്ക്കകത്ത് ഉറപ്പിക്കലുണ്ട്. ജീസസ്, യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിരിക്കുന്ന ചില വിഷയത്തിന്റെ മേല ഒരു തളിർപ്പ് ദൈവസഭ കാണട്ടെ. അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിരിക്കുന്ന ആ വിഷയത്തിന്റെ മേല ഒരു പുതിയ ഇല കാണട്ടെ. അങ്ങയുടെ വിഷയത്തിന് കർത്താവേ, ആമേൻ, അങ്ങയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന വിഷയത്തിന്റെ മേല ഒരു ബദാം ഞങ്ങൾ കാണട്ടെ. ആ വടിയുടെ മേൽ തളിർപ്പ് ഞങ്ങൾ കാണട്ടെ. ഈ ദൈവസഭ നാളുകൾക്ക് മുമ്പേ അങ്ങയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ വിഷയത്തിന്റെ മേല് ഒറ്റത്തോട് തളിർപ്പ് ഞങ്ങൾ കാണട്ടെ. ഒരു ഹമിതബലം ഞങ്ങൾ കാണട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കർത്താവേ, ചില കുടുംബങ്ങളുടെ മേൽ ആത്മശക്തി വ്യാപരിക്കട്ടെ. ചില ജീവിതത്തിന് മേൽ ആത്മശക്തി വ്യാപരിക്കട്ടെ. ചില ശരീരത്തിന് മേൽ ആത്മശക്തി വ്യാപരിക്കട്ടെ. അപ്പാ യേശുവേ, എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ തരങ്ങളും ചലിച്ചു തുടങ്ങട്ടെ.